السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ ഇവിടെയും മറ്റ് സ്ഥലങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുമിച്ച് സംഗമിക്കുന്ന, അവരുടെ സർഗവാസനകൾ കൂടുതൽ പരിപോഷിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കും ഉസ്താദുമാർക്കും ഇതിൽ പങ്കുചേരുന്നവർക്കും സഹകരിക്കുന്നവർക്കുമൊക്കെ അങ്ങേയറ്റം സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന വളരെ ആവേശകരമായ ഒരു പരിപാടിയിലാണ് നാം ഇരിക്കുന്നത്. ഞാനിവിടെ നടക്കുന്ന പല പരിപാടികളും സ്റ്റേജിൽ വരാതെ, സദസ്സിലിരിക്കാതെ വീക്ഷിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. സ്റ്റേജിലും സദസ്സിലും വരുന്നത് നമ്മുടെ ചെറിയ വിദ്യാർത്ഥികളുടെ ആവേശത്തോടു കൂടിയുള്ള അവതരണത്തിന് ഭംഗം വരുമെന്ന ഭയം കൊണ്ടാണ്, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ പരിപാടികൾ ഡയറക്റ്റ് വന്ന് നോക്കുകയും കേൾക്കുകയും ചെയ്യാതിരുന്നത്. നിങ്ങൾ ഇനിയും വളരെ നന്നായി നിങ്ങൾ പഠിക്കുകയും പഠിച്ചത് സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന വിധം ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ എല്ലാ പ്രാക്ടീസുകളും നിങ്ങൾ നേടുകയും ചെയ്യണമെന്നും അത് വളരെയേറെ സന്തോഷമുള്ളതാണെന്നും ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കണം. അത് ഏത് വിധത്തിലാണെങ്കിലും ആകർഷണീയമായ ശൈലിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇത്തരം പരിപാടികൾ അനിവാര്യമാണ്, ആവശ്യമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതം പാരത്രിക ജീവിതമാണെങ്കിലും ആ ജീവിതത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങേണ്ടത് ഈ ഭൗതികമായ ജീവിതത്തിലാണ്. ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ മാത്രം നല്ലവരായി ജീവിച്ചാൽ പോരാ, നമ്മൾ നല്ലവരായി ജീവിക്കണം എന്നത് അനിവാര്യമാണ്. അതോടുകൂടി നാം ഉൾക്കൊള്ളുന്ന സത്യവും
സംസ്കാരവും സമ്പന്നമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളും വളരെ നന്നായി പ്രകോപനപരമല്ലാത്ത വിധം ലോലമായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സ്തുത്യർഹമാണ്. അതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും ആണ്. ഞാൻ നീട്ടിപ്പോൾ സംസാരിക്കുന്നില്ല. നിങ്ങളോടെല്ലാം ആദ്യവും അവസാനവുമായി എപ്പോഴും പറയാറുള്ള കാര്യം, നാം നല്ലവരുമായി കൂട്ടുചേരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വിവരമുള്ള ഉസ്താദുമാരുമായി, വിവരമുള്ളവരുമായി സഹവസിക്കുന്നു എന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിന് ആവശ്യമായ വൈജ്ഞാനിക വെള്ളം നൽകുന്ന ഗുരുനാഥന്മാർ. ആ വെള്ളത്തിലൂടെയാണ് നമ്മുടെ മനസ്സിന് നനവ് ലഭിക്കേണ്ടത്. നനവ് ലഭിക്കുന്ന സ്ഥലത്താണ് പലതും മുളച്ചുയരുന്നത്. ആ മുളച്ചുയരുന്നതിൽ നിന്നാണ് മധുരമുള്ള ഇളനീറും മധുരമുള്ള പഴവും മധുരമുള്ള ഈത്തപ്പഴവും മുന്തിരിങ്ങയുമെല്ലാം ലഭ്യമാകുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിന് വൈജ്ഞാനിക വെള്ളം നൽകുന്ന ഗുരുനാഥന്മാരുടെ അടുക്കൽ വളരെ സന്തോഷപൂർവം നാം ആത്മാർത്ഥമായി പഠിക്കുന്നവരാകണം. നമ്മൾ ആരുമായി കൂട്ടുജീവിതം നയിക്കുമ്പോഴും ആ കൂട്ടുജീവിതത്തെ സംബന്ധിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കൂടെ പഠിക്കുന്നവരോട് സ്നേഹവും കാരുണ്യവും കൂറും നമുക്കുണ്ടാകണം. കൂടെ പഠിക്കുന്ന ആളുകളെ, ഒരാളെയും നാം അപകീർത്തിപ്പെടുത്തുകയോ, കൂടെ പഠിക്കുന്നവരെ, അവർ മുതിർന്നവരാകട്ടെ താഴെയുള്ളവരാകട്ടെ, അവർക്ക് ദോഷകരമായ ഒരു വാക്കോ പ്രവൃത്തിയോ ചിന്തയോ സ്വഭാവമോ ഒന്നും നമ്മിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നല്ല ആരോഗ്യമുള്ളവരുണ്ടാവും. അതേ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ തന്നെ ആരോഗ്യം വളരെ കുറഞ്ഞവരുണ്ടാവും. ചിലർ കൂടുതൽ ശാരീരികമായി കൃത്യമായ നീളവും വലിപ്പവും തടിയും വണ്ണമൊക്കെ ഉള്ളവരുണ്ടാവും. ചിലർ നീളം കുറഞ്ഞവരും അതുപോലെ വ്യത്യസ്ത കളറുള്ളവരൊക്കെ ഉണ്ടാവും. ഒരു കുട്ടി പോലും വേറൊരു കുട്ടിയെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ തരം താഴ്ത്തി സംസാരിക്കുകയോ ചെയ്യരുത്. ചില ആളുകളുടെ നാടുകൾ പ്രശസ്തമായ നാടുകളായിരിക്കും. ചിലരുടെ നാട്ടിൻ്റെ പേര് ചിലപ്പോൾ കേൾക്കാൻ അത്ര ചന്തമുള്ളതാകണം എന്നില്ല. അങ്ങനെയുണ്ടല്ലോ. ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു ഉദാഹരണത്തിന് പറയാം, ഒരു നജസായ ജീവിയുടെ പേര് ചേർത്തുകൊണ്ടൊരു നാട്ടിൻ്റെ പേര്. അങ്ങനെ സംഭവിക്കാമല്ലോ. അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ ഒരു മൃഗത്തിൻ്റെ പേര് ചേർത്തുകൊണ്ടൊരു നാട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കേൾക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒന്ന് പരിഹസിക്കാൻ പറ്റുന്ന നിലക്കുള്ളൊരു പേരുള്ള ഒരു നാട്. ആ നാട്ടിനെ നാം അവമതിച്ച് ഒരിക്കലും സംസാരിക്കരുത്. ആ നാട്ടിൽ സാലിഹീങ്ങളുണ്ടാകും, ആ നാട്ടിൽ ഔലിയാക്കളുണ്ടാകും, ആ നാട്ടിൽ ആലിമീങ്ങളുണ്ടാകും, ആ നാട്ടിൽ മുത്തഖീങ്ങളുണ്ടാകും. നാട്ടിൻ്റെ പേര് ഏതോ കാരണത്താൽ പിന്നീട് ആരോ എന്തോ പറഞ്ഞു വന്ന പേരായിരിക്കും. അതുകൊണ്ട് നാട്ടുകാർ അതിനൊന്നും ഉത്തരവാദിയല്ല എന്നല്ല. നമ്മളെ പേര് തന്നെ വേണ്ടതുപോലെ ആയില്ലെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അതിനും ഉത്തരവാദി നമ്മുടെ മുൻപുള്ള വേറെ ആരോ ആയിരിക്കും. നമ്മളതിന് ഉത്തരവാദിയല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ചാണ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക, വേറെ ആരും ചെയ്തതിനെ പറ്റിയല്ല. അപ്പം നമ്മൾ അദ്ദേഹത്തെ, ഒരു കുട്ടിയുടെ നാട്ടിൻ്റെ പേര് വെച്ച് മറ്റൊരാൾ പരിഹസിക്കുക, അങ്ങനെ ഒരു കുട്ടിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ആ കുട്ടിയുടെ പഠനം തന്നെ ചിലപ്പോൾ മുടങ്ങിപ്പോകാൻ അത് കാരണമാവും. കാരണം അവർ മറ്റുള്ളവരൊക്കെ എന്നെ സ്വീപ്പാക്കുന്നു,
അങ്ങനെ ഒരു കുട്ടിക്കൊരു ധാരണ വന്നാൽ ആ കുട്ടിക്ക് പിന്നെ പഠിച്ചാൽ മനസ്സിൽ കയറുകയില്ല. ഈ അടുത്ത് ഞാനൊരു കുട്ടിയെ എൻ്റെ സമീപത്ത് വിളിച്ച് ഒറ്റക്ക് സംസാരിച്ചു. നമ്മുടെ ദേവാ കുട്ടിയല്ല. ദേവാ കുട്ടികളൊക്കെ നല്ല അച്ചടക്കത്തോടെ നല്ല നിലക്ക് വളരെ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരായതുകൊണ്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വരാതിരിക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പുറത്ത് പറയാതിരിക്കുക എന്നതാണ് ഉസ്താദിൻ്റെ കടപ്പാട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, വേറൊരു സ്ഥാപനത്തിലുള്ള ഒരു കുട്ടിയെ, ചെറിയ കുട്ടിയാണ്, കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്നെ മറ്റുള്ളവർക്ക് സ്വീപ്പാക്കുന്നു എന്ന് പറഞ്ഞു. ചെറിയ ഒരു കുട്ടി, ആ കുട്ടിയുടെ മനസ്സിന് അത് വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഈ സ്വീപ്പാക്കിയ ആളുകളൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാമൊന്നുമല്ല, അല്ലെങ്കിൽ ആ സ്വീപ്പാക്കിയ ആളുകളൊക്കെ വലിയ രാജാക്കന്മാരോ വലിയ തറവാട്ടുകാരോ അങ്ങനത്തൊന്നുമല്ല. അവനേക്കാൾ ഒരുപക്ഷെ പലതിലും പിന്നിലുള്ളവരായിരിക്കും സ്വീപ്പാക്കിയത്. പക്ഷെ അവൻ്റെ സ്വഭാവം മറ്റുള്ളവരെ പരിഹസിക്കുന്നൊരു സ്വഭാവമായിരിക്കും. അതിൻ്റെ പേര് ആ കുട്ടി പഠനം നിർത്തി പോവുകയാണ്. ആരാണതിൻ്റെ ഉത്തരവാദി? ഈ പരിഹസിച്ച കുട്ടി അതിൻ്റെ ഉത്തരവാദി. ഇതുപോലെ കൂടെ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടി, അവൻ കുറച്ച് ആരോഗ്യമുള്ളവനാണ്, വേറൊരു കുട്ടി ആരോഗ്യം കുറഞ്ഞവനാണ്. അവനെപ്പോഴും കണ്ണുമിഴിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വന്നാൽ ആ കുട്ടിയുടെ മാനസികമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന ദൗർബല്യം ആ കുട്ടിയുടെ പഠനത്തിന് വളരെയേറെ തടസ്സം സൃഷ്ടിക്കും. അങ്ങനെ നമ്മൾ കാരണത്താൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരാൾക്ക് ഒരു പഠനരംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ചുറ്റുപാട് വരുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ അറിയില്ല. എൻ്റെ നാട്ടുകാരനൊരാളുണ്ടായിരുന്നു. അയാൾ, ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഈ മാസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്ന ഒരു മാസമാണ്. അപ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ, അദ്ദേഹം വേറൊരാളെപ്പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു, തമാശ പറഞ്ഞാണ്, ഭക്ഷണം മാത്രം ഈ ചോറ് മാത്രം കൊടുത്താൽ മതി, ഇറച്ചി അവർ കഴിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പറഞ്ഞതിൻ്റെ നേരെ അർത്ഥം എൻ്റെ മാംസം ധാരാളം തിന്നിട്ടുണ്ടാവും എന്നാണ്. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാനതേ നിലക്ക് അദ്ദേഹത്തോട് പെരുമാറിയില്ല. പക്ഷെ ആ മനുഷ്യൻ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ. അദ്ദേഹത്തിന് മക്കളില്ല, കുറേ വർഷമായിട്ട് മക്കളില്ല. അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞു, എനിക്ക് വല്ലാതെ ജീവിതം മടുക്കുന്നു. ഞാൻ ചോദിച്ചു, ജീവിതം എന്തിനാ മടുക്കുന്നു മക്കളില്ലാത്തതിന്? അയാൾ പറഞ്ഞു, ഒരു സ്ഥലത്തും പോയിക്കൂടാ, പോയാലും ഓരോരുത്തരും ഇങ്ങനെ സ്വീപ്പാക്കുന്നു. ഈ സ്വീപ്പാക്കുന്ന ഒരു തമാശ പറയാണ്. പക്ഷേ മക്കളില്ലാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതുണ്ടാക്കുന്ന ആഘാതം അത് വളരെ വലുതാണ്. ഇതുപോലെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടി തമിഴ്നാട്ടുകാരനായ കുട്ടിയെ ഒരു പേര് കൂട്ടി വിളിച്ചു. ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പേര് കൂട്ടി വിളിച്ചു. ആ പേര് വിളിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് വലിയ മാനസികമായ ആഘാതമുണ്ടായി. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്ക് മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു വാക്ക് പോലും ഒരു മുതഅല്ലിമിൻ്റെ നാവിൽ നിന്നും വരാൻ പാടില്ല. സന്തോഷമുണ്ടാക്കുന്ന വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകളാണ് പറയേണ്ടത്. കാര്യം പറയാം, പക്ഷേ ഒരിക്കലും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ, മുറിവുണ്ടാക്കുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കാം. നമുക്ക് നല്ല സ്വഭാവമുള്ളവരായി ജീവിക്കാൻ കഴിയും. റുഹമാഉ ബൈനഹും എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. അവർ പരസ്പരം വലിയ കാരുണ്യമുള്ളവരാണ്. അതുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, നമ്മൾ മറ്റൊരുത്തൻ്റെ ന്യൂനതകൾ പറയരുത്. അവൻ്റെ മുന്നിൽ വെച്ചും പറയരുത്, അല്ലാതെയും പറയരുത്. നമ്മളൊരാളെ കൂടെ ജീവിക്കുമ്പോൾ ന്യൂനതകളിൽ നമ്മൾ കണ്ണടക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ യസ്കുത അൻ ദിക്രി ഉയൂബിഹി ഫീ ഗൈബത്തിഹി വഹദറത്തിഹി ബൽ യതജാഹലു അൻഹു വയസ്കുതു അൻ الرد فيما يتكلم به ولا يماريه ولا يناقشه وأن يسكت عن التجسس والسؤال عن أحواله
വേറൊരാളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചുഴന്നന്വേഷിച്ച് അവൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ജ്വരം നമ്മെ പിടികൂടരുത്. നമ്മളെപ്പോഴും എല്ലാവരെ സംബന്ധിച്ചും നല്ലത് വിചാരിക്കുന്നവരും നല്ലത് ഉദ്ദേശിക്കുന്നവരും ആയിരിക്കണം. അത് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്ക് അധ്യാപനങ്ങൾ എടുത്തു തരുന്ന ഉസ്താദുമാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും അവരെപ്പറ്റിയെല്ലാം നമ്മളെപ്പോഴും വിചാരിക്കുന്ന വിചാരങ്ങൾ നല്ലതായിരിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കിപ്പിടിക്കാൻ വേണ്ടി നടക്കുന്നവനാവുകയില്ല. മറിച്ച് മഹാനവർകൾ പറഞ്ഞു, ഒരു കുറ്റവുമില്ലാത്ത ഒരാളെ കണ്ടെത്തണം എന്ന് നീ ഉദ്ദേശിച്ചാൽ നിനക്ക് ഒരു കൂട്ടുകാരനെയും ഒരു കാലത്തും കിട്ടൂല. അന്നക തഅലമു അന്നക ലൗ തലബ്ത മുനസ്സഹൻ അൻ കുല്ലി ഐബിൻ യതസൽത അനിൽ ഖൽഖി കാഫത്തൻ വലൻ തജിദ മൻ തുസാഹിബുഹു അസ്ലൻ ഫമാ മിൻ അഹദിൻ മിനൻ നാസി ഇല്ലാ വലഹു മഹാസിനു വമസാവി. ദോഷവും ഗുണവും രണ്ടും ഏത് മനുഷ്യനും ഉണ്ടാവും. അമ്പിയാക്കൾക്കോ മറ്റോ മാത്രമേ ഇസ്മത്തുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീ മുഅ്മിനിൻ്റെ സ്വഭാവമുള്ളവനായിരിക്കും. മുഅ്മിനിൻ്റെ സ്വഭാവം ഫൽ മുഅ്മിനുൽ കരീമു അബദൻ യുഹ്ദിറു ഫീ നഫ്സിഹി മഹാസിന അഖീഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സഹോദരൻ്റെ നന്മ എപ്പോഴും അവൻ്റെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കും. ലിയംബഇസ മിൻ ഖൽബിഹി തൗഖീർ വൽ വുദ് വൽ ഇഹ്തിറാം. അപ്പോഴാണ് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുക. വഅമ്മൽ മുനാഫിഖുൽ ലഈമു, അതേ സമയത്ത് മോശക്കാരനായ കപടവിശ്വാസിയായ മനുഷ്യൻ ഫൈനഹു അബദൻ യുലാഹിദുൽ മസാബിയ വൽ ഉയൂബ്, മറ്റുള്ളവർക്കുള്ള ന്യൂനതകൾ എന്താണ്, തകരാറുകൾ എന്താണ് എന്ന് നോക്കിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് മുനാഫിഖിൻ്റെ സ്വഭാവമാണ്. നമ്മൾ മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ സ്വഭാവമുള്ളവരായിരിക്കും. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് 3 സലാത്തിയല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇരുന്നോളൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എന്നിട്ട് ഒരു സംഭവം ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ച് ഒരാളെ കുറേ ബഹുമാനിച്ച് കുറേ ഗുണം പറഞ്ഞു. അയാൾ തന്നെ പിന്നീട് അയാളെ കുറ്റം പറഞ്ഞു. ആദ്യം ഗുണം പറഞ്ഞു, പിന്നെ കുറ്റം പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ 2 നിലക്ക് പറയാനെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് സദഖ്തു അലൈഹി ബിൽ അംസി, ഞാൻ ഇന്നലെ അയാളെപ്പറ്റി നല്ലത് പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. വമാ കദബ്തു അലൈഹി യൗമ, ഇന്ന് ഞാൻ അയാളെപ്പറ്റി കളവൊന്നും പറഞ്ഞിട്ടുമില്ല. ഇന്നലെ നല്ലത് പറഞ്ഞത് സത്യം തന്നെയാണ്, ഇന്ന് ഞാൻ കുറ്റം പറഞ്ഞത് ഞാൻ കളവൊന്നും പറഞ്ഞില്ല. എന്തേ? ഇന്നലെ അയാൾ എന്നെ തൃപ്തിപ്പെടുത്തി. അപ്പം ഞാൻ അയാളിൽ എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു. ഇന്ന് അയാൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. അപ്പം ഞാൻ ഇന്ന് എനിക്കറിയാവുന്ന ദോഷങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കളവും പറഞ്ഞില്ല, ഇന്നലെ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു മനുഷ്യൻ ഒരാളെ പറ്റി എങ്ങനെയും വിലയിരുത്താൻ കഴിയും. നല്ലത് മാത്രം പറഞ്ഞാൽ നല്ലത് വിലയിരുത്തുന്നവനാകും, മോശമുള്ളത് മാത്രം പറഞ്ഞാൽ മോശമുള്ള വിലയിരുത്തലാവും. ഒരാളെ എങ്ങനെയും അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മുനാഫിഖിൻ്റെ ലക്ഷണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനൽ ബയാനിൽ സിഹ്റ എന്ന് പറഞ്ഞു. അവതരണത്തിൽ ഒരു മാരണ ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാവരെ പറ്റിയും നല്ലതേ പറയാം, നല്ലതേ വിചാരിക്കുകയും ചെയ്യാവും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കമാ യജിബു അലൈക സുകൂതു ബിലിസാനിക അൻ മസാബിഹി യജിബു അലൈക സുകൂതു ബിഖൽബിക. മനസ്സുകൊണ്ടും നമ്മൾ മറ്റൊരാളെ സംബന്ധിച്ച് മോശമായത് വിചാരിക്കും. ഇനി അഥവാ മോശമായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികളെ ചില മോശങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെട്ടു എന്ന് വരും. ചിലപ്പോൾ അത് കണ്ണടക്കും. അതിനർത്ഥം ഉസ്താദ് ഒരു മണ്ടനാണെന്ന് വിചാരിക്കരുത്. അത് കണ്ണടക്കുന്നത് അവർ മുറിഞ്ഞു പോകാതിരിക്കാൻ, അവരുടെ രംഗം തന്നെ മാറിപ്പോകാതെ അവർ ഇനിയും നന്നാകാൻ ചാൻസ് ഉണ്ടാകും. അവരെ ഏതെങ്കിലും ഒരു സമയത്ത് ഉപദേശിച്ച് നന്നാക്കാം, അല്ലെങ്കിൽ പിന്നീട് അവരെ പുരോഗമിപ്പിക്കാം എന്ന് മനസ്സിലാക്കി മുറിച്ചു കളയാതെ അവരെ പുരോഗമിപ്പിക്കാനുള്ള ഏർപ്പാട്. നമ്മൾ ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തകരാറ് കാണുമ്പോഴേക്ക് അവൻ ഒരു കാലത്തും നന്നാവില്ല എന്ന് വിചാരിക്കരുത്. അവൻ എന്തായാലും നന്നാവില്ല എന്ന് അങ്ങനെയും തീരുമാനിക്കരുത്. അതുകൊണ്ടാണ് പടച്ചവനെ ഭയപ്പെടുന്ന ഗുരുനാഥന്മാർ എത്ര വലിയ അദബുകേടുകൾ കുട്ടികളിൽ നിന്നുണ്ടായാലും ആ കുട്ടികളെ ശപിക്കുകയില്ല.
കുട്ടികളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കുകയില്ല. എനിക്ക് ഇന്നലെ ഒരാളോട് മനസ്സുകൊണ്ട് വിഷമമുണ്ടായി. ഇവിടെ നിന്നല്ല, പാലക്കാട് ജില്ലയിൽ നിന്നാണ്. നിങ്ങളാരും ബേജാറാണ്ട. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാളെപ്പറ്റി, അദ്ദേഹം എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞ ആളാണ്. ആ ചീത്ത പറഞ്ഞ ആളെ സംബന്ധിച്ച് ഇയാൾ പറയാണ് അവൻ എന്തായാലും ഹിദായത്താവൂല. അവൻ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു എല്ലാവരെയും ഹിദായത്താക്കട്ടെ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഒരാളും ഹിദായത്താകാതിരിക്കുന്നത് നമ്മൾ താല്പര്യപ്പെടാൻ പാടില്ല. എല്ലാവരും നമ്മളെ കഠിന ശത്രുക്കളും നന്നാകണം എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ നബി സല്ലല്ലാഹു നിങ്ങളുടെ ശരിയായ ഒരു അനുകൂലിയാവും. നബി സല്ലല്ലാഹു നിങ്ങളുടെ ഉമ്മത്തുകളിൽ ഒരാളും പിഴവിലായി ആഖിബത്ത് ചീത്തയായി പോകുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ ചീത്തയാകണം എന്നോ അല്ലെങ്കിൽ മറ്റാളെ പറ്റി ഒരു തെറ്റായ ധാരണ വരണമെന്നോ നമ്മുടെ ആരുടെയും മനസ്സിൽ ഒരിക്കലും, അത് പഠിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു, പഠിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു. പഠിക്കുന്നതിന് ശേഷം തന്നെ ഒരു കാലം നമുക്കില്ല. നമ്മൾ എല്ലാ ദിവസവും പഠിക്കേണ്ടവരും പഠിക്കുന്നവരുമാണ്. മരിക്കുന്ന അന്നും പഠിക്കേണ്ടവരാണ്. പഠനം തീരലില്ല. അതുകൊണ്ടാണ് പഠിച്ചിട്ട് എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇൽമു പഠിച്ച് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുമോ എന്ന് വരെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. കാരണം ഇൽമു പഠിച്ചിട്ട് ഒരാൾക്കും നിറയുകയില്ല. അതിങ്ങനെ എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയമാണ് ഇൽമു. ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ പല സ്ഥാപനങ്ങൾ, നാദാപുരത്തും പയ്യോളിയും പല സ്ഥലത്തും പഠിക്കുന്ന കുട്ടികൾ ഈ സദസ്സിലുണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ എപ്പോഴും നിങ്ങളെ എല്ലായ്പ്പോഴും കിട്ടൂല എന്ന് മനസ്സിലാക്കി ഞാൻ 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പഠിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ട 13 കാര്യങ്ങളുണ്ട്. ആ 13 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ വളരെ ചുരുക്കി ചിലത് മാത്രം പറയാൻ. 1, ഗുരുനാഥന്മാർ മുഖേന പഠനം നടത്താം. അതിനെ സംബന്ധിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മൻ തഫഖഹ മിൻ ബുതൂനിൽ കുതുബി ളയ്യ അൽ അഹ്കാം. ഗ്രന്ഥം നോക്കി മാത്രം ഒരാൾ വിവരം നേടിയാൽ അവന് യഥാർത്ഥ വിധികൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഗുരുനാഥന്മാർ മുഖേന, ഉസ്താദുമാർ മുഖേന തീരുമാനങ്ങളും വിധികളും നിയമങ്ങളും അറിയാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ബാഹ്യമായൊരു ഗന്ധത്തിൽ കാണുന്നതായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ മിൻ അഅ്ളമിൽ ബലിയത്തി തശയ്യുഖുസ് സഹീഫ എന്ന് പറയും. ഗ്രന്ഥത്തിനെ ശൈഖാക്കി വെക്കുക എന്നത് ഏറ്റവും വലിയ മുസീബത്താണെന്ന്. അതുകൊണ്ട് കിതാബ് നോക്കണ്ടെന്നല്ല, കിതാബ് നോക്കിയാൽ തന്നെ അതിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് മാത്രം നമ്മൾ വിഷയം കാണരുത്. ഗുരുനാഥന്മാരുമായി ചർച്ച ചെയ്ത് വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കൂടുതൽ പഴക്കവും കൂടുതൽ പ്രായവും കൂടുതൽ പണ്ഡിതന്മാരുമായി ബന്ധവുമുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് കാര്യം ഗ്രഹിക്കണം എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പുറമെ ഒരു വിഷയം പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് പറയും എന്ന് ബോധമുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നാം വിവരം ശേഖരിക്കാനെന്നും പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നാം ഗുരുനാഥന്മാർക്ക് വേണ്ടി പൂർണ്ണമായും വിധേയരായി ജീവിക്കണം. അവരുടെ തദ്ബീറുകൾ, അവരുടെ നിയന്ത്രണങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു കൽ മരീദി മഅ തബീബിൽ മാഹിരി. ഒരു നിപുണനായ ഡോക്ടറുടെ മുന്നിൽ രോഗി എങ്ങനെയാണോ അതുപോലെ വിദ്യാർത്ഥികൾ ഉസ്താദുമാരുടെ മുന്നിൽ രോഗി ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നവരാകണം. അങ്ങനെ വരുമ്പോൾ ഗുരുനാഥന്മാരെ ഡോക്ടറെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുകയും വേണം. ഡോക്ടറെ ആദരിക്കാതെ ഡോക്ടറിൽ നിന്ന് ശരിയായ ചികിത്സ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഗുരുനാഥന്മാരെ നന്നായി ആദരിച്ച് ബഹുമാനിച്ച് ഗുരുനാഥന്മാരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരുടെ മുന്നിൽ വളരെ താഴ്മ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു അത്ര നിങ്ങൾ എന്തിനാണ് ഉസ്താദിനെ അത്ര പരിഗണിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഷാഫി ഇമാം തങ്ങളോട് ചോദിച്ചു. അന്ന് ഷാഫി ഇമാം തങ്ങൾ പാടിയ പദ്യമാണ് അഹീനുലഹും
ഫഹും യുക്രിമൂനഹാ അഹീനു ലഹും നഫ്സി ഫഹും യുക്രിമൂനഹാ വലൻ തുക്റമൻ നസ്സുല്ലതി ലാ തുഹീനുഹാ. എൻ്റെ ശരീരവും മനസ്സും ഞാൻ എൻ്റെ ഗുരുനാഥന്മാരുടെ മുന്നിൽ വളരെ നിസ്സാരമായി കാണും. എൻ്റെ ഗുരുനാഥന്മാർ അത്രയും വലിയവരാണെന്ന് ഞാൻ കാണും. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ എനിക്ക് വാസ്തവത്തിൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ആദരവ് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വലിയ പണ്ഡിതനാണെങ്കിലും സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വാഹനം മഹാനവറുകൾ അതിൻ്റെ കയറ് പിടിച്ച് കടിഞ്ഞാണ് പിടിച്ച് നടക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സയ്യിദാണ്, തങ്ങളാണ്. അതിൻ്റെ പുറമെ വലിയ പാണ്ഡിത്യവും ബുദ്ധിയുമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ദുആ കിട്ടിയ മഹാനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. പക്ഷേ പഠിച്ച പണ്ഡിതൻ, പഠിക്കാൻ വേണ്ടി ഇൽമു പറഞ്ഞു കൊടുത്ത സയ്യിദ് ഇബ്നു സാബിത്ത് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് വലിയ ആദരവ് പ്രകടിപ്പിച്ചു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ പണ്ഡിതന്മാരെടുത്ത് പറയുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ എത്രയോ ചെറിയ ആളാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമെങ്കിലും മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സർവ്വ നിബന്ധനകളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പഠിക്കാൻ ഇറങ്ങുകയായിരുന്നു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞു, നമ്മൾ അഭിപ്രായത്തിൽ ഒരു ശരിയാണെന്ന് തോന്നിയ ഒരു വിഷയവും ഉസ്താദിൻ്റെ അഭിപ്രായത്തിൽ അതത്ര ഗുണകരമല്ലെന്ന് തോന്നിയാൽ ഉസ്താദിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക് ഗുണകരം. ഉസ്താദിൻ്റെ അഭിപ്രായം നമുക്ക് അതത്ര ശരിയായില്ല എന്ന് തന്നെ തോന്നുകയാണ്. എന്നാലും നീ ഇന്ന സ്ഥലത്ത് പോയി പഠിച്ചോ, അല്ലെ ഇന്നത് പഠിച്ചോ, അല്ലെ ഇന്നത് തിരഞ്ഞെടുത്തോ എന്നൊക്കെ ഒരു ഉസ്താദ് പറഞ്ഞാൽ ഫല്യുഖല്ലിദുഹു, ആ ഉസ്താദ് പറഞ്ഞത് പൂർണ്ണമായി അവൻ അതിൻ്റെ നേരെ അർത്ഥം അന്ധമായി അനുകരിക്കണം എന്നാണ്. ഉസ്താദ് പറഞ്ഞത് എന്ന നിലക്ക് പൂർണ്ണമായി അംഗീകരിക്കണം. വാസ്തവത്തിൽ അന്ധമായിട്ടല്ല, ഉസ്താദാണെന്ന നിലക്കാണ് അംഗീകരിക്കുന്നത്. വല്യദ്ഉ റഅയഹു, അവൻ്റെ അഭിപ്രായം അവൻ തള്ളിക്കളയണം. എന്നിട്ട് ഉസ്താദിൻ്റെ ഫഖതഉ മുർശിദിഹി, അവന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥൻ്റെ അബദ്ധം അൻഫഉ ലഹു, ആ ശിഷ്യന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും മിൻ സവാബിഹി ഫീ നഫ്സിഹി, അവൻ്റെ സ്വന്തം മനസ്സിൽ ഉദിച്ചു വന്ന സത്യത്തെക്കാൾ എത്രയോ ഉപകാരപ്രദമായിരിക്കും. ഈ അടുത്ത് സിറാജുൽ ഹുദയിൽ തന്നെ പഠിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാൾ മുബ്തദി ആയിപ്പോയി. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ. അവനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂറുകാരനായ വേറൊരു സഖാഫി സംസാരിച്ചതായി ഞാൻ മിഞ്ഞാന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഉസ്താദുമാർ എന്തെങ്കിലും ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാൽ റൂമിൽ വന്നിട്ട് അത് വിമർശിക്കലായിരുന്നു അവൻ്റെ പതിവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂറുകാരനായ സഖാഫി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിദായത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. സ്വാഭാവികമാണ്, ഗുരുനാഥന്മാർ അവർക്ക് വലിയ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ ഇൽമു എന്ന് പറയുന്ന വെളിച്ചം ലഭിക്കുകയുള്ളൂ. അതിൻ്റെ പുറമെ ആ കൂട്ടുകാരനായ സഖാഫി ഒന്നുകൂടി പറഞ്ഞു, മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിക്കുമ്പോൾ ആ കുട്ടിയെ തമാശക്ക്, വളരെ 19 വയസ്സ് പ്രായമുള്ള അവിടെയുള്ള ഒരു സ്റ്റാഫ് തമാശക്ക് ഇങ്ങനെ പല കുട്ടികളോടും, അദ്ദേഹം തമാശയായിട്ട് വയസ്സുള്ള ഒരാൾ തമാശക്ക് ഇങ്ങനെ കൈ ഓങ്ങാറുണ്ട്. അങ്ങനെ ഓങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരനായ 28 വയസ്സുള്ള ചെറുപ്പക്കാരനായ സഖാഫിക്ക് പഠിക്കുന്നവൻ പോയിട്ട് നല്ലൊരടിയും കെട്ട് കൊടുത്തു. അദ്ദേഹം വീണ് പിടഞ്ഞ് കരഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരനോട് മറ്റുള്ള എല്ലാ കുട്ടികളും ഉപദേശിച്ചിട്ടും അദ്ദേഹം തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഹിദായത്തിൻ്റെ വെളിച്ചം നിലനിൽക്കണമെങ്കിൽ അദബ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവരമുള്ളത് കൊണ്ട് ഒരാൾക്ക് വിജയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇബ്ലീസ് മുതൽക്ക് എല്ലാ ആളുകളും പിഴച്ചുപോയതിൻ്റെ അടിസ്ഥാന കാരണം അദബ് കേടാണ്. അള്ളാഹു അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. മറ്റൊന്ന്, മൂന്നാമതായി ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദിന് വല്ല ന്യൂനതകളുമുണ്ടെങ്കിൽ അത് പടച്ചവനെ എന്നെ നീ അറിയിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച പണ്ഡിതന്മാരുണ്ടായി. ഉസ്താദിൻ്റെ ന്യൂനത എന്നെ നീ അറിയിക്കരുത്. എന്തുകൊണ്ട്? അങ്ങനെ വന്നാൽ
ഉസ്താദിൽ നിന്ന് കിട്ടിയ ഇൽമിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പണ്ട് മഹാൻ എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ കാന ബഅദു സലഫി ഇദാ ദഹബ ഇലാ ശൈഖിഹി തസദ്ദഖ ബിശൈഇൻ, എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്തിട്ട് അള്ളാഹിനോട് ദ്വാരക്കും മഹാന്മാർ. അല്ലാഹുമ്മ അസ്തുർ ഐബ ശൈഖി അന്നി, എൻ്റെ ഉസ്താദിൻ്റെ ന്യൂനത നീ എന്നിൽ നിന്ന് മറച്ചു വെക്കണേ അല്ലാ. കാരണം ഉസ്താദിന് വല്ല ന്യൂനതയും എൻ്റെ മനസ്സിൽ തോന്നിയാൽ എൻ്റെ ഇൽമിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മാലിക് ഇമാമിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ കിതാബ് മറിക്കുമ്പോൾ അതിൻ്റെ മറിക്കുന്ന സമയത്തുള്ള കടലാസിൻ്റെ ശബ്ദം പോലും ഉസ്താദ് കേട്ടുപോകരുത് എന്ന നിലക്ക് അത്ര താഴ്മയോടുകൂടിയായിരുന്നു ഞാൻ മറിക്കാറുള്ളത്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദാണ്, ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് പോലും വെള്ളം കുടിക്കാൻ പോലും ഞാൻ ധൈര്യപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും അതവോടുകൂടിയാണ് പഴയ കാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഇൽമു ഉസ്താദുമാരിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരോട് വലിയ അദബ് കാണിക്കണം. നമ്മൾ പലപ്പോഴും ഭൗതിക സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന് പെട്ടെന്ന് ദേവാ കോളേജിലേക്ക് കയറി വരുമ്പോൾ ഇപ്പോൾ SSLC കഴിഞ്ഞ് വന്നായിരിക്കും, ചിലപ്പോൾ മാഷന്മാരോടൊക്കെ പലതും പറഞ്ഞ് പരിചയിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ആ പഴയ അതേ രൂപം ചിലപ്പോൾ ഗുരുനാഥന്മാരോടും പറ്റിയാലോ എന്ന് തോന്നിപ്പോയാൽ ഇൽമിൻ്റെ റൂട്ട് മുട്ടിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒരിക്കലും ഇൽമു പഠിക്കുന്ന കുട്ടികൾ ഉസ്താദുമാർ അവരുടെ മുന്നിൽ വളരെ താഴ്മയോടുകൂടി അല്ലാതെ പെരുമാറാൻ പാടില്ല. പെരുമാറുന്നില്ലെങ്കിൽ അത് നമുക്ക് ദോഷം സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. പഠിച്ചില്ലെങ്കിൽ വലിയ ദോഷമൊന്നുമില്ല, പക്ഷേ പഠിക്കുന്ന സമയത്ത് നല്ലവർക്ക് പഠിക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നട്ടെ. എൻ്റെ കുട്ടിക്കാലത്തൊന്നും കറണ്ടില്ലായിരുന്നു. കറണ്ടില്ല, ഒരു സ്ഥലത്തും കറണ്ടില്ല. എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ചെറിയ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഖുർആനൊക്കെ ഓതി പഠിച്ചത്. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചാലും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മണ്ണെണ്ണ കത്തിച്ചിട്ടും ആ കാലഘട്ടത്തിൽ എല്ലാവരും ജീവിച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കറണ്ട് ഉണ്ടായാൽ നല്ല വെളിച്ചം കിട്ടും, നല്ല സുഖമാണ്, സൗകര്യമാണ്. പക്ഷേ കറണ്ടുമായി കളിക്കാൻ പഠിച്ചില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല, വേഗം അടിച്ചു പോകും, ആളടിച്ചു പോകും. ഇതുപോലെയാണ് ഇൽമു പഠിക്കുമ്പോൾ ഇൽമിൻ്റെ അദബുകൾ പാലിച്ചില്ലെങ്കിൽ ഉള്ളതും നഷ്ടപ്പെട്ടു പോകും. കറണ്ട് കൊണ്ട് കളിക്കുന്നത് പോലെയാണ് ഇൽമു കൊണ്ടുള്ള നമ്മുടെ ഈ ബന്ധം. അതുകൊണ്ട് ഉസ്താദുമാരുമായും ഇൽമു എഴുതിയ കിതാബുമായും ഇൽമു പഠിക്കുന്ന സ്ഥാപനങ്ങളുമായും വളരെ അദബ് പാലിക്കണം. നമ്മളെ കാരണത്താൽ ഒരു ചെറിയ ഗ്ലാസ് പോലും പൊട്ടാൻ പാടില്ല. നമ്മളെ കാരണത്താൽ ഒരു ചെറിയ ബക്കറ്റ് പോലും ഒട്ടിപ്പോകാൻ പാടില്ല. നമ്മുടെ കാരണത്താൽ ഒരു കസേര പോലും പൊട്ടിപ്പോകാൻ പാടില്ല. നമ്മുടെ കാരണത്താൽ ഒരു പാട്ടയുടെ ഒരു കോപ്പയുടെ വാല് പോലും പൊട്ടിപ്പോകാൻ പാടില്ല. നമ്മുടെ കാരണത്താൽ ഒരു ബൾബ് പോലും അനാവശ്യം കത്താൻ പാടില്ല. നമ്മുടെ കാരണത്താൽ ഒരു 5 പൈസ പോലും ദീനിൻ്റെ സ്ഥാപനത്തിൻ്റെ കറണ്ടിൻ്റെ പൈസ അടക്കാൻ നമ്മൾ കാരണമായിക്കൂടാ. ചിലർ ഫാൻ ഇട്ടങ്ങ് പോവും, ചിലർ സുബ്ഹാനല്ലാഹ് നല്ല ബാത്റൂം സൗകര്യത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ചെന്ന് നോക്കിയാൽ അതിൻ്റെ പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പൊട്ടുന്നത്, അല്ലെങ്കിൽ പിടിച്ച് നേരെ തല തിരിച്ചിട്ടാണ് പൊട്ടുന്നത്. വെറുതെ പൊട്ടൂല, വെറുതെ ഒരു സാധനവും പൊട്ടൂല. അങ്ങനെയാണ് പീടിയെന്നല്ല ഇങ്ങനെ പൊട്ടണ്ടേ. ഉപയോഗിക്കുന്ന ആളുകൾ സ്ഥാപനത്തോട് അദബില്ലാതെ, അതുപോലെ തന്നെ ഇതിന് കേസ് തരുന്ന ആളുകളോട് പടച്ചവൻ്റെ കോടതിയിൽ വെച്ച് മറുപടി പറയണമെന്ന ബോധമില്ലാതെ, നിങ്ങളറിയോ UAE-യിലും സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും കുവൈത്തിലുമൊക്കെയുള്ള നമ്മളെ സാധുക്കളായ പ്രവർത്തകന്മാർ, അവർക്ക് ചിലപ്പോൾ ശമ്പളം 50 റിയാൽ 500 ദിർഹം, അവരെ കുടുംബം പറ്റാൻ തന്നെ ഉണ്ടാവില്ല. അതിൽ നിന്ന് ഒരു 5 റിയാലെങ്കിലും 50 റിയാൽ അല്ലെങ്കിൽ ഒരു റിയാലെങ്കിലും 1 ദിർഹമെങ്കിലും ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും ഇൽമു പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും കൊടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ നാടും വീടും കുടുംബം ഒക്കെ വിട്ട് പോയിട്ട് അവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയ കാശ്, അതും ഊണ് ഉറക്കുവഴിച്ച് പല പ്രശ്നങ്ങളും തരണം ചെയ്ത് നമ്മുടെ ഈ ഓർഗനൈസർമാർ, അത് നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ അത് സമാഹരിച്ച് സംഭരിച്ച് എന്നിട്ട് കൊണ്ടുവന്ന് കിട്ടിയിട്ടാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു പാട്ട പൊട്ടിച്ചാൽ, ഒരു ഗ്ലാസ് പൊളിച്ചാൽ, ഒരു പ്ലേറ്റ് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി എറിഞ്ഞാൽ
എവിടെയെങ്കിലും കക്കൂസിൻ്റെ ഒരു ചെറിയ പൈപ്പ് പൊട്ടിച്ചാൽ അവരൊക്കെ പടച്ചവൻ്റെ മുമ്പിൽ നമ്മളെ പ്രതിപക്ഷത്തുണ്ടാവും. നമ്മളെന്തു പറയൂ അവരോട് നമ്മൾ വികൃതി കാണിച്ചാൽ? അതുകൊണ്ട് ഒരു കുട്ടി കാരണത്താലും ഒരു ബൾബ് കത്തിയതുപോലും കൂടുതലുണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് വളരെ അതവോടുകൂടി സ്ഥാപനങ്ങളിൽ പെരുമാറണം. ഇത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അതബ് കേടുകൾ നമ്മുടെ പഠനത്തെ ബാധിക്കും, നമ്മുടെ ജീവിതത്തെ ബാധിക്കും, നമ്മുടെ മുമ്പോട്ടുള്ള ഗമനങ്ങളെ ബാധിക്കും. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് വല്ലപ്പോഴും അറിവ് കേടുകൊണ്ട് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്കും നമ്മിൽ സംഭവിച്ചെങ്കിൽ നമുക്കും അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ. വളരെ ശ്രദ്ധിക്കണം. അത് ഇവിടെ മാത്രമല്ല, ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. അദബ് എന്ന് പറയുന്നത് ഇതെല്ലാം അദബിൻ്റെ ഭാഗമാണ്. നമ്മൾ വിമർശിക്കരുത്. ഒരു ഉദാഹരണം, അത്ര വലിയ ഞെരുക്കൊന്നും സിറാജുലുക്കില്ല, അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാണ്, ചിലരുടെ മനസ്സിൽ അങ്ങനെ വരും. അങ്ങനെ ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഉദാഹരണം പറയാണ്, അങ്ങനെ ഒരു ധാരണ വന്നാൽ അതിനർത്ഥം നമ്മുടെ ഉസ്താദുമാരെ അല്ലെങ്കിൽ ഇത് നടത്തുന്നവരെ നാം തെറ്റിദ്ധരിക്കുന്നു എന്നാണ്. ഈ ഗാർഡൻ സിറാജുൽ ഹുദയിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ആരെങ്കിലും തന്ന പൈസ കൊണ്ടുണ്ടാക്കിയതല്ല. അത് കുവൈത്തിൽ പോകുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വകയിൽ ചെയ്തു തന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം അതിനുവേണ്ടി തന്ന ക്യാഷ് അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതേപോലെ സിറാജുൽ ഹുദയിൽ നമ്മുടെ ടൗണിൽ കുറച്ച് പരിഷ്കരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ഓരോരുത്തരെ ഏറ്റെടുത്ത് തന്നതാണ്. മുമ്പിലിട്ട കസേര നമ്മളെ റാഷി ഉസ്താദിൻ്റെ നാട്ടുകാരൻ ഒരാൾ തന്നതാണ്. അങ്ങനെ ഓരോരുത്തരെ ഏറ്റെടുത്ത് തന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നത് അതിനെ ഉപയോഗിക്കുള്ളൂ, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അവരതിന് തന്നാൽ അത് ഉപയോഗിക്കും. വേറൊരാൾ കക്കൂസ് ഉണ്ടാക്കാൻ തന്നാൽ അതിനെ ഉപയോഗിക്കും. വേറൊരാൾ ബക്കറ്റ് വാങ്ങാൻ തന്നാൽ ബക്കറ്റിന് ഉപയോഗിക്കും. കസേര വാങ്ങാൻ തന്നാൽ കസേരക്ക് ഉപയോഗിക്കും. അപ്പോൾ അതൊന്നും അനധികൃതമായി ചെലവഴിക്കുകയാണ് എന്ന് കുട്ടികളായ നിങ്ങൾക്കും തോന്നരുത്, മറ്റാർക്കും തോന്നരുത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതിനെല്ലാം ഇസ്ലാം അനുവദിച്ചതും കൽപ്പിച്ചതുമായ റൂട്ടിലാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നടക്കുന്നത്. നമ്മളും റൂട്ടിൽ തന്നെ ആയിരിക്കണം. ഇരുന്നോളി. മറ്റൊന്ന്, ഇമാം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദുമാരോടുള്ള കടപ്പാട് മറന്നുപോകാൻ പാടില്ല. അത് നമ്മൾ എന്ത് പഠിപ്പിച്ച ഗുരുനാഥനാണെങ്കിലും, അത് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും ശരി, സയൻസ് പഠിപ്പിച്ചാലും ശരി, അല്ല മന്തിക്ക് പഠിപ്പിച്ചാലും ശരി, തഫ്സീർ പഠിപ്പിച്ചാലും ശരി, പഠിപ്പിച്ചത് എന്തെന്നല്ല, നമ്മളെ പഠിപ്പിച്ചവരാണോ അവരോട് നമുക്ക് കടപ്പാടും. അവരുടെ ബഹുമാനം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഗുരുനാഥന്മാരുടെ ആദരവ്, ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കും. ഉസ്താദുമാരെ ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ അതിന് ഉടനെ തന്നെ അതിന് മറുപടി പറയണം. ഉസ്താദിനെ പറ്റി ഒരാൾ ഗീബത്ത് പറയാണ്, അപ്പം നമ്മളതിങ്ങനെ കേട്ടുത്തിരിക്കാൻ പാടില്ല. നിങ്ങളും വിചാരിച്ച പോലെ അല്ല, നിങ്ങൾക്ക് മനസ്സിലാത്തതുകൊണ്ടാണ് എന്ന് ആ ഗീബത്തിന് മറുപടി പറയണം. അതൊരു ശിഷ്യൻ്റെ, പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കടപ്പാടാണെന്ന് ഇമാമിങ്ങൾ പറയാൻ. വയഗ്ളിബുലഹ, കുറ്റം പറയുന്നവനെ വെറുക്കണം. ഉസ്താദിന് കുറ്റം പറയുന്നവൻ അവനെ മനസ്സുകൊണ്ട് വെറുക്കണം, അവനോട് ദേഷ്യം പിടിക്കണം. ഫൈൻ അജസ അൻ ദാലിക, പക്ഷേ മറുപടി പറഞ്ഞാൽ ചിലപ്പം തല്ലിട്ടു, ദേഷ്യം പിടിച്ചാലും ചിലപ്പോൾ ഏറിട്ടു. അങ്ങനെ വന്നാൽ ഖാമ വഫാറഖ ദാലികൽ മജ്ലിസ്, ആ മജ്ലിസ് ഗീബത്ത് പറയാനാന്ന് തോന്നിയാൽ അമ്പൈക്ക് പോകാൻ തന്നെ പാടില്ല. അഥവാ പെട്ടുപോയാൽ ഉടനെ എഴുന്നേറ്റ് പോയി കളയണം, ആ സാസുപ്പിന്നെ പങ്കെടുക്കാൻ പാടില്ല. ഇത് ഉസ്താദിനോടുള്ള കടപ്പാടാണെന്ന് ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറയാം. മറ്റൊന്ന്, അയ്യദുഅ മുദ്ദത ഹയാത്തിഹി, ഉസ്താദുമാർക്ക് വേണ്ടി ജീവിതകാലം മുഴുക്കെ പ്രാർത്ഥിക്കണം. വയർആ ദുരിയതഹു വഅഖാരിബഹു വഅബിദ്ദാഅഹു ബഅദ വഫാതിഹി, ഉസ്താദിൻ്റെ സന്താന പരമ്പരകളോട്, ഉസ്താദിൻ്റെ കുടുംബങ്ങളോട്, ഉസ്താദിൻ്റെ സ്നേഹിതന്മാരോട്, ഉസ്താദ് സ്നേഹിക്കുന്നവരോട് ഉസ്താദ് മരിച്ചാലും സ്നേഹം പ്രകടിപ്പിക്കണം, അവരെ പരിഗണിക്കണം. വയതഅമ്മദ സിയാറത ഖബ്രിഹി,
ഉസ്താദിൻ്റെ ഖബർ സിയാറത്ത് മനഃപൂർവ്വം പോയി സിയാറത്ത് ചെയ്യണം. വലിസ്തിഗ്ഫാരി ലഹു, ഉസ്താദിന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. വസ്സദഖത്തി അൻഹു, ഉസ്താദിൻ്റെ പേരിൽ ധർമ്മം ചെയ്യണം. വയസുലുക ഫിസ്സുംതി വൽ ഹുദാ മസ്ലകഹു, ഉസ്താദ് ഒരു വിഷയത്തിൽ മിണ്ടുന്നില്ലേ, നമ്മളും മിണ്ടാതിരിക്കണം. ഉസ്താദ് പറയാണോ, നമ്മളും പറയണം. ഉസ്താദ് ഏത് വഴിയിലാണോ ആ വഴിയിൽ നമ്മളും നീങ്ങണം. വയുറാഇയ ഫിൽ ഇൽമി വദ്ദീനി ആദതഹു, ഉസ്താദിൻ്റെ പതിവെന്താണ് ആ പതിവനുസരിച്ച് തന്നെ ശിഷ്യന്മാരും അതേ റൂട്ടിൽ തന്നെ നീങ്ങണം. വയഖ്തദിയ ബിഹറകാതിഹി വസകനാതിഹി ഫി ആദാതിഹി വഇബാദാതിഹി, ഉസ്താദിൻ്റെ പതിവുകളിലും ഉസ്താദിൻ്റെ ഇബാദത്തുകളിലും ഉസ്താദിൻ്റെ അടക്കങ്ങളിലും ഉസ്താദിൻ്റെ ചലനങ്ങളിലും ഉസ്താദിനെ പിന്തുടരണം. വയതഅദ്ദബ ബിആദാബിഹി, ഉസ്താദ് കാണിക്കാറുള്ള മര്യാദകൾ തന്നെ കാണിക്കണം. വലാ യദഉൽ ഇഖ്തിദാഅ ബിഹി, ഉസ്താദിനോടുള്ള തുടർച്ച വിട്ടുകളയാൻ പാടില്ല. നമ്മളെ ഒരു റൂട്ടിലെത്തിച്ച ഗുരുനാഥന്മാർ, ആ ഗുരുനാഥന്മാരുടെ റൂട്ടിൽ തന്നെ നമ്മൾ നീങ്ങുന്നവരാകണം. പിന്നെയും അഞ്ചാമതായി ഇമാം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യസ്ബിർ അലാ ജഫ്വത്തിൻ തസ്ദുറു മിൻ ശൈഖിഹി ഔ സൂഇ ഖുലുഖിൻ, ഉസ്താദിൻ്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചു നിൽക്കണം. ചിലപ്പോൾ ഉസ്താദ് കണ്ടിട്ട് മിണ്ടിയില്ല, അല്ലെങ്കിൽ ഉസ്താദ് മുഖം തന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം. അങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ ഉസ്താദിനെ കുറിച്ചുള്ള നല്ല ധാരണ മാറാനോ ഉസ്താദിനെ കൈവിട്ടു പോകാനോ കാരണമാകരുത്. ഉസ്താദ് ചെയ്ത ഒരു വാക്കോ പറഞ്ഞ ഒരു വാക്കോ ചെയ്ത ഒരു പ്രവൃത്തിയോ മോശമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ ആ ഉസ്താദ് പറഞ്ഞതിന് ഒരു നല്ല വ്യാഖ്യാനം കൊടുത്ത് ഉസ്താദിനെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചു വെക്കണം. ഉസ്താദിനെ സംബന്ധിച്ചൊരിക്കലും ഒരു ദുഷിച്ച ധാരണ വരാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞതിനകത്ത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല അർത്ഥം ഉണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെയാണ് ഉസ്താദിനോട് ശിഷ്യന്മാർ, കുട്ടികൾ പെരുമാറേണ്ടത്. എന്ന് മാത്രമല്ല, ഉസ്താദ് ഒരിക്കൽ ചൂടായി എന്ന് വെക്കുക, ഏത് ഉസ്താദായിരുന്നാലും കുട്ടികൾക്ക് ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കാൻ കാരണമാകുന്ന വിഷയം. ഉസ്താദ് ഒരു വിഷയത്തെ ചൂടായി, സംഗതി ഉസ്താദ് വിചാരിച്ച പോലെ ചൂടാണ്ട വിഷയത്തിൽ ഇല്ല. ഉസ്താദ് ചൂടാണ്ട കാര്യമൊന്നും ഇല്ല, നമ്മളേറ്റാ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഉസ്താദ് ചൂടായി. അല്ലേ ഉസ്താദ് വേണമെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞു, അല്ലേ അടിച്ചു, എന്തോ ചെയ്തു. എന്നാൽ അവിടെ നമ്മൾ ഉസ്താദിൻ്റെ മുമ്പിൽ തലകുനിച്ചിട്ട് ഉസ്താദ ചെയ്തതൊന്നും ശരിയല്ലാന്നോ നിങ്ങളും വിചാരിച്ച പോലെ അല്ലാന്നൊന്നും പറയാൻ പോകരുത്. അവിടെ അതെൻ്റെ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് നമ്മളൊരു മോശക്കാരായിട്ട് ഉസ്താദ് ചെയ്തത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു മോശക്കാരാണെന്ന് ഉസ്താദിൻ്റെ മുമ്പിൽ സമ്മതിക്കാൻ വേണ്ടി സന്നദ്ധരാകുക. അതാണ് ഒരു അദബുള്ള കുട്ടിയുടെ സ്വഭാവം. പിന്നീട് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉസ്താദ് മാത്രമുള്ളപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് സംഭവത്തിൻ്റെ യാഥാർത്ഥ്യമൊക്കെ വളരെ വിനയത്തോടുകൂടി വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ഉസ്താദിൻ്റെ വകയിൽ ഒരു ചായയൊക്കെ കിട്ടിയെന്നും വരും. അല്ലാതെ ഉസ്താദ് പറയുമ്പോൾ ഉസ്താദിനെ ഗണ്ണിക്കാൻ പോകരുത്. ഇതാണ് ഒരു വിദ്യാർത്ഥിയുടെ അദബ് എന്ന് പണ്ഡിതന്മാർ പറയണം. അതിന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇസ്ബിർ ലിദാഇക ഇൻ ജഫൗത തബീബഹു വസ്ബിർ ലിജഹ്ലിക ഇൻ ജഫൗത മുഅല്ലിമാ ഇന്നൽ മുഅല്ലിമ വത്തബീബ കിലൈഹിമാ ലാ യൻസഹാനി ദാഹുമാ ലം യുക്രമാ. ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചു നിൽക്കുമ്പോൾ മാത്രമേ രോഗിക്ക് ശരിയായ ചികിത്സ ലഭിക്കുകയുള്ളൂ. ഡോക്ടർക്ക് ദുസ്വഭാവം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടറോട് ദേഷ്യം പിടിച്ചിട്ട് ആസ്പത്രിയിൽ നിന്ന് പോയാലേ അതിൻ്റെ തകരാറ് രോഗിക്കാണ് സംഭവിക്കുക. അതുകൊണ്ട് ആദരവും ബഹുമാനവും ഗുരുനാഥന്മാരോട് എപ്പോഴും കാണിക്കണം. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനായിരുന്നു. മഹാനവറുകളോട് ഒരാൾ പറഞ്ഞു, നിങ്ങളെടുത്ത് ഒരുപാട് ആളുകൾ പല ബൈക്കിൽ നിന്നും വരും, തഗ്ലീബ് അല്ലെ നിങ്ങൾ അവരോടൊക്കെ ദേഷ്യം പിടിക്കും. ശിഷ്യന്മാരും പഠിക്കാൻ വേണ്ടി വരുന്നവരോടൊക്കെ ദേഷ്യം പിടിക്കും. യൂശിക്കാൻ അവരൊക്കെ പിരിഞ്ഞു പോകാനും ഒഴിച്ചു പോകാനൊക്കെ ചിലപ്പോൾ അടുത്താവൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാളോട് സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹും ഹംഖാ ഇദൻ മിസ്ലുക ഇൻ തറകൂ മാ യൻഫഉഹും ലിസൂഇ ഖുലുഖി. നിങ്ങളെപ്പോലെ തന്നെ വിഡ്ഢികളാണോ അവരൊക്കെ?
കാരണം എൻ്റെ സ്വഭാവം നന്നായതിന് അവർക്ക് ഗുണമുള്ള സംഗതി ഒഴിവാക്കിയിട്ട് അവർ പോകാൻ പാടുണ്ടോ? എൻ്റെ സ്വഭാവം മോശായിൻ്റെ കുറച്ച് ക്ഷമിച്ച് നിന്നാൽ പോരെ, എന്നാൽ അവർക്ക് ഉപകാരമുള്ള എൻ്റെ നിന്ന് കിട്ടൂലേ? അപ്പോൾ അവർ ക്ഷമിച്ച് നിൽക്കുകയല്ലേ? അവർ വിഡ്ഢികളാണോ എന്ന് ചോദിച്ചു സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. സ്വഭാവം എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആവില്ല. ചിലരുടേത് വളരെ നല്ല സ്വഭാവമായിരിക്കും, ചിലരത് എന്നെ പോലത്തെ വളരെ മോശമായ സ്വഭാവമുള്ളവരും ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. അതിൽ ക്ഷമിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ് ബുദ്ധിയുള്ളവർ. മഹാനായ ഇമാം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു ആറാമതായി പറഞ്ഞു, അയസ്കുറ ശൈഖഹു അലാ ഇർശാദാതിഹി വഇഫാദാതിഹി. ഉസ്താദ് നമുക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ ആ പറഞ്ഞു തന്ന കാര്യത്തിൽ ഉസ്താദിന് നന്ദി പറയണം. നന്ദി പറയും. ഉസ്താദിന് മുമ്പിൽ അത് പറഞ്ഞു തന്നത് വളരെ നന്നായി, അത് മുമ്പ് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, അത് മനസ്സിലാക്കി തന്നത് വളരെ നന്നായി എന്ന നിലക്ക് നന്ദി പറയണം. എന്ന് മാത്രമല്ല, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അറിയാത്ത കാര്യം പോലെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അത് ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയാം. ചിലപ്പോൾ ക്ലാസ് പങ്കെടുക്കുന്ന കുട്ടികൾ ചിലർ ഉറക്കും. ആ കുട്ടികളെ ചിലപ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്തി കസേരയിൽ എടുപ്പിച്ച് കുറേ അങ്ങോട്ട് കൊണ്ടുപോയി ചിലപ്പോൾ അവരെ ഒന്ന് വരട്ടാനൊക്കെ നോക്കും. ആ കുട്ടികൾ ഉറക്ക് നോക്കാതെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവരെ സ്നേഹിച്ചിട്ട് ചെയ്യുന്ന പണിയായിരിക്കും ഉസ്താദ്. അപ്പോൾ ഉസ്താദ് എന്നെ സദസ്സെന്ന് കുറവാക്കി എന്ന് കുട്ടിക്ക് തോന്നരുത്. നമ്മളെ ഉറക്ക് നഷ്ടപ്പെടുത്തി നമ്മളെ പഠനത്തിൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിക്കാനാണ് ആ ഉസ്താദ് അങ്ങനെ ചെയ്യുന്നത്. ആ ഉസ്താദിനോട് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകുകയാണ് വേണ്ടത്. കാരണം നമ്മളെ ശ്രദ്ധ ക്ലാസ്സിൽ പൂർണ്ണമായി കിട്ടാനാണ് ഉസ്താദ് അത്രയും നമ്മളെ ഉസ്താദ് പരിഗണിച്ചു എന്നാണ്, നമ്മളെ ഉസ്താദ് അത്രയും ശ്രദ്ധിച്ചു എന്നാണ്. ആ ഉസ്താദിനോട് നമുക്ക് സ്നേഹം കൂടുകയാണ് വേണ്ടത്. പഠിക്കാത്തതിൻ്റെ പേരിൽ കഠിനമായ ഭാഷയിൽ സംസാരിക്കുന്നതിലെ ഉസ്താദുമാരുണ്ടാവും. അവരോട് വെറുപ്പ് തോന്നരുത്. അവരാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഉസ്താദുമാർ. കാരണം നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ് പറഞ്ഞത്, അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല. അവരോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ടത്. കാരണം നമ്മളത്രയും അവർ പരിഗണിച്ചു എന്നാണ്. ഉസ്താദുമാരോട് നിങ്ങൾ സ്വകാര്യത്തിൽ ചോദിച്ചാൽ മതി, എന്തായാലും നന്നാവില്ല എന്ന കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടികളെ പിന്നെ തീരെ തിരിഞ്ഞോക്കലുണ്ടാവില്ല, നടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നുള്ള ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കുമ്പം പറയാം. അങ്ങനെ ഒരാളെയും തള്ളിക്കളയാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗുരുനാഥന്മാർ അവരെ സംബന്ധിച്ച് അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ വേണം. അതുപോലെ നമ്മളെ വല്ല ന്യൂനതകളോ മടിയോ പണ്ഡിതന്മാരതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അലാമാ ഫീഹി നഖീസത്തുൻ അലാ കസിലിൻ യാതരിഹി ഔ ഖുസൂരിൻ യുആനിഹി ഔ ഗൈരി ദാലിക മിമ്മാ ഫീ ഇഖാഫി അലൈഹി വതൗബീഖി വഇർശാദിഹി വഇസ്ലാഹിഹി. ചിലർ മടിയന്മാർ കുട്ടികളുണ്ടാവും, വല്ലാത്ത മടിയുള്ളവർ. ചിലർ പോയാൽ കൃത്യമായിട്ട് വരാത്തവർ. അതുപോലെ തന്നെ മറ്റു ചില ന്യൂനതകളുള്ളവർ. അവരെയൊക്കെ ഉസ്താദുമാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ശക്തമായി താക്കീത് ചെയ്യുകയും ശക്തമായി അവരെ കണ്ടെത്തുകയും അവരെ നോക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അതിനൊക്കെ ഉസ്താദിന് നന്ദി പറയാൻ വേണ്ടത്. കാരണം ഉസ്താദ് അത്രയും നമ്മളെ പരിഗണിച്ചു, നമ്മളെ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ്. അതേപോലെ ഇദാ ഔഖഫഹു ശൈഖു അലാ ദഖീഖത്തിൻ മിൻ അദബിൻ ഔ നഖീസത്തിൻ സദറത മിൻഹു വകാന യഅരിഫു മിൻ ഖബ്ലു ഫലാ യുദ്ഹിറു അന്നഹു കാന ആരിഫൻ ബിഹി. നമുക്കൊരു കാര്യം ഒരു ഉസ്താദ് വളരെ ലോലമായി വളരെ ശരിയായിട്ട് സംഗതി പറഞ്ഞു തന്നാൽ നമുക്ക് അറിയുന്ന തന്നെയാണെങ്കിലും ഉസ്താദിൻ്റെ മുമ്പിൽ അത് ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരി ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളണം. അവിടെ നമുക്കതറിയാം എന്ന് വരുത്തി തീർക്കാൻ പാടില്ല. ഒരു കാര്യം ഉസ്താദ് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതറിയാമെന്ന് ചോദിച്ചാൽ തന്നെ ഉസ്താദിൻ്റെ ഇരുന്ന് കേൾക്കലാണ് നമുക്ക് താല്പര്യമെന്ന് പറയണം. അറിഞ്ഞൂടാന്ന് പറയുന്നത് അറിയുന്ന കാര്യം അറിഞ്ഞൂടാനെ കളവാകും, കളവ് പറയാൻ പാടില്ല. അതേ സമയത്ത് എനിക്കറിയാം എന്നും പറയരുത് എന്നാണ് പണ്ഡിതന്മാർ പറയും. മറിച്ച് അത് ഉസ്താദിൻ്റെ ഇരുന്ന് കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ കേട്ടതല്ലാത്ത ചില പോയിന്റുകൾ ആ ഉസ്താദിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരും. വിഷയം കേട്ടതുകൊണ്ട് മാത്രമാവില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ മുവത്ത കാണാതെ പഠിച്ചിട്ടാണ് മക്കയിൽ നിന്ന് പോയതെങ്കിലും മദീനയിൽ ചെന്നപ്പോൾ കിതാബുൽ മുവത്ത മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വീണ്ടും ഓതിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ഉസ്താദുമാർ ഖത്തറിന് ഒന്നും കൂടി ഓതണമെന്ന് പറയും, അല്ലെങ്കിൽ തുഹ്ഫ ഒന്നും കൂടി ഓതണമെന്ന് പറയും, അല്ലെങ്കിൽ തഖ്വീഉൽ ലിസാൻ സഞ്ചാൻ അജിനാസ് മീസാൻ ഒന്നും കൂടി ഓതണമെന്ന്. ഉസ്താദിനോട് ദേഷ്യം പിടിക്കരുത്, എനിക്ക് ഇത് തന്നെയാണ് പണിയെന്നൊന്നും തോന്നരുത്. അത് ഒന്നും കൂടി ഓതണം തന്നെ, ഒന്നും കൂടി ഓതുക, പിന്നെ ഓതണം, ഒന്നും കൂടി ഓതുക. ഞാനൊക്കെ ഖത്തറിനതയും അതുപോലെ തന്നെ അൽഫിയുടെ ആദ്യ ഭാഗവും ഫതുഹുൽമിൻ്റെ ആദ്യ ഭാഗവും എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ഓതിയിട്ടുണ്ട്. കൊണ്ടൊരു തകരാറും പറ്റിയിട്ടില്ല, അതിൻ്റേതായ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇമാം മുസന്നി റളിയല്ലാഹു അൻഹു 500-ലധികം തവണ ഒരേ ഒരു കിതാബ് റിസാല ഉസ്താദിൽ നിന്ന് ആവർത്തിച്ച് ഓതിയിട്ടുണ്ട്. നമ്മൾ അവിടെയൊന്നും അത് എനിക്ക് ദോഷകരമാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഞാൻ വളരെ ചുരുക്കി പറയാം. 13 കാര്യം പറഞ്ഞാൽ 6 പറഞ്ഞിട്ടുള്ളൂ. ഇനി വളരെ ചുരുക്കി പറയാം, നിങ്ങളുടെ പരിപാടിയൊക്കെ നിന്ന് പോകും.
നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ എല്ലാവരെയും കൂടി കൂട്ടി ഒരുമിച്ച് കൂട്ടി പറയാൻ ചിലപ്പോൾ സമയം കിട്ടൂല എന്ന് വിചാരിച്ചിട്ടൊന്ന് പറയാൻ. ഉസ്താദിൻ്റെ അടുത്ത് കയറി ചെല്ലുന്ന സമയത്ത് അദബ് പാലിക്കണം. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു സദസ്സിലാണെങ്കിൽ നമുക്ക് എങ്ങനെയും കയറി ചെല്ലാൻ പറ്റും. ഉസ്താദിൻ്റെ കൂടെ ഒരാളുണ്ടാവുകയോ ഉസ്താദ് ഒറ്റക്കാവുകയോ ചെയ്താൽ ഉസ്താദിനെ കയറി ചെല്ലുന്നതിന് മുമ്പ് വിവരം അറിയിക്കണം. ഒന്ന് വാതിലിന് ചെറുങ്ങനെ മുട്ടേണ്ടത് എങ്ങനെയാണ് ഇവരെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനെ അവിടെ നമ്മൾ ചെന്നത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിയാൽ മുട്ടുമ്പോൾ വരെ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു അറിയോ? വല്യകുൻ തുർഖൽ ബാബി ഖഫിയൻ, ഉസ്താദിന്റെ വാതിലിന് മുട്ടുന്ന മെല്ലെ ബിഅദബിൻ ബി അദ്ഫാരിൽ അസാബി, വിരലിന്റെ നഖം കൊണ്ടേ മുട്ടാൻ പാടുള്ളൂ, അധികം ഉറക്കം മുട്ടാൻ പാടില്ല. അങ്ങനെ മുട്ടിയിട്ട് കേൾക്കുന്നില്ലെങ്കിൽ സുമ്മ ബിൽ അസാബി, പിന്നെ വിരലുകൊണ്ട് മുട്ടുക. വിരലുകൊണ്ട് മുട്ടിയിട്ട് കേൾക്കുന്നില്ല സുമ്മ ബിൽ ഹലഖത്തി, പിന്നീട് എന്ത് ചെയ്യുക? വേണമെങ്കിൽ താക്കോലുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് മുട്ടുക. അങ്ങനെ മുട്ടാവുന്ന കുട്ടികൾ ഇങ്ങോട്ട് മുട്ടുമ്പോൾ തന്നെ അങ്ങോട്ട് മുട്ടരുത്. അത്ര അദബ് പാലിക്കണമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കറണ്ടാണ്, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം വരും. എന്നിട്ട് ഇമാമിങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒന്നായിട്ട് നമ്മളങ്ങ് കയറിപ്പോവുകയാണെങ്കിൽ മുതിർന്ന കുട്ടികളെ മുന്നിൽ കയറ്റണം, എന്നിട്ട് നമ്മൾ ചെറിയ കുട്ടികൾ കയറിപ്പോകാൻ പാടും. വലിയവരാദ്യം കയറ്റണം. കടന്നു ചെല്ലുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ വൃത്തിയോടെ കടന്നു ചെല്ലണം. നല്ല വസ്ത്രം, ശരീരം വൃത്തിയൊക്കെ ഉണ്ടാകണം. നഖം മുറിച്ചിട്ടും മുടി വെട്ടിയിട്ടും താടി ഒപ്പിച്ചിട്ടും നല്ല വാസനയോടുകൂടിയും മാത്രമേ പ്രത്യേകിച്ചും ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കാവൂ എന്നുകൂടി പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി ഉസ്താദ് വേറൊരാളായിട്ട് സംസാരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ സംസാരം നിർത്തിയാൽ, അല്ലെങ്കിൽ ഉസ്താദ് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ദിക്റിയിലാണ്, അല്ലെങ്കിൽ എന്തോ എഴുതുകയാണ്, അല്ലെങ്കിൽ കിതാബ് നോക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉസ്താദ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതവിടെ നിർത്തി അല്ലെങ്കിൽ മിണ്ടാതിരുന്നു. എന്നാൽ നമ്മൾ എന്ത് വേണം? നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞാലേ സംസാരിക്കാവൂ. സംസാരിക്കാൻ പറഞ്ഞാൽ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ സലാം ചൊല്ലി പിരിഞ്ഞു പോകണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ വർക്കിന് ചിലപ്പോൾ തകരാറ് സംഭവിക്കും. ഇതൊക്കെ കിതാബിലുള്ളത് നോക്കി പറയുകയാണ്, ഞാൻ എൻ്റെ വകയിൽ പറയാൻ തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം ചിലപ്പോൾ ഒരു കിതാബ് നോക്കിയായിരിക്കും. അപ്പം അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു സ്ഥലത്ത് من يتحدث معه فسكتوا عن الحديث أو دخل الشيخ وحده يصلي أو يذكر أو يكتب أو يطالب فترك ذلك أو سكت ولم يبدأه بكلام أو حديث فليسلم ويخرج سريعا. അവൻ ഇങ്ങോട്ട് സംസാരിക്കാൻ നിൽക്കുന്നില്ലെങ്കിലും എല്ലാം കൊഴിഞ്ഞു പോകും. ഉസ്താദ് വേറെ എന്തോ ചിന്തയിലാണ്, ഇപ്പോൾ വേണ്ട തിരിഞ്ഞു പോവുക. ഇല്ലാ യഹ്തഹു ശൈഖു അലൽ മുക്തി, അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാലേ ഇരിക്കാവൂ. ഇരുന്നാൽ തന്നെ ഫലായുത്തിലു അധികം ഇരിക്കരുത്, അല്ലെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാലേ ഇരിക്കാവൂ, അല്ലേ വേഗം തടിയെടുക്കണം. ഉസ്താദിൻ്റെ സമയത്തിൽ ഉസ്താദ് വേറൊരു ഡ്യൂട്ടിയിലൊന്നും അല്ലാത്ത സമയത്ത് നോക്കിയിട്ടാണ് കയറി ചെല്ലേണ്ടത്. ഉസ്താദിനെ ദേഷ്യം പിടിച്ച സമയത്ത്, ഉറക്കുന്ന സമയത്ത്, വിശക്കുന്ന സമയത്ത് ഒന്നും കയറി ചെല്ലാൻ പാടില്ല എന്നുകൂടി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ എൽമിൻ്റെ വഴിയിലേക്കും എൽമുമായി ബന്ധപ്പെട്ടവരുമായും ബന്ധപ്പെടാൻ. ഇനി ഉസ്താദ് വരാൻ കുറച്ച് വൈകിയാൽ വൈദാഹദറ മക്കാന ശൈഖ് ഫലം മജ്ലിസുഹു ജാലിസൻ, ഉസ്താദ് ക്ലാസ്സിലെത്തിയില്ലെങ്കിലോ കുട്ടികൾ അച്ചടക്കത്തോടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ മഹാൻ പറഞ്ഞു, ഫൈന്ന കുല്ല ദർസിൻ യഫൂതു ലാ ഇവദ ലഹു, നഷ്ടപ്പെട്ടു പോകുന്ന ദർസിന് പിന്നെ പകരം വേറെ വെക്കാനുണ്ടാവില്ല. അതുകൊണ്ട് ദർസ് ക്ലാസ് ഒരൊറ്റ ഒന്നും ഒരു കുട്ടിയും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഏത് ക്ലാസ് ആണെങ്കിലും ക്ലാസ് നഷ്ടപ്പെടുത്തുകൊണ്ടുള്ള ഒരു കുട്ടിയുടെയും പഠനം ഉണ്ടാകാൻ പാടില്ല. കാരണം നഷ്ടപ്പെട്ട ക്ലാസ്സിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. വലായത്റുഖു അലൈഹി യഖ്റുജ ഇലൈഹി, ഉസ്താദ് ഈ വരാൻ വേണ്ടി ഉസ്താദിൻ്റെ ബാതിലിന് പോയിട്ട് ഇടിക്കാനൊന്നും പാടില്ല. വൈകാന നായിമൻ സബർ, ഉസ്താദ് ഉറങ്ങാണെങ്കിൽ ക്ഷമിച്ചിരിക്കണം. ഹത്തായസ്തഖില, ഉറക്ക് തെളിയുന്നത് വരെ. അല്ലെ പിന്നെ ഉസ്താദ് നേരത്തെ ഏൽപ്പിച്ച് വെക്കണം, എന്നെ വിളിക്കണോ, എന്നാൽ പിന്നെ വിളിക്കാമെന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ ക്ലാസ്സിന് വേണ്ടി എത്ര കാത്തിരുന്നാലും അതിന് മനസ്സിൽ മടുപ്പുണ്ടാകാൻ പാടില്ല. ഇതുപോലെ ഉസ്താദിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട അത് യജ്ലിസബൈന യദൈ ശൈഖിഹി ബി അദബിൻ, വളരെ അദബോടെ ഇരിക്കണം. ആ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് നോക്കി പറയാം. കാരണം പല കുട്ടികളും അത് ശ്രദ്ധിക്കാറില്ല. ഉസ്താദുമാരുടെ ക്ലാസ് പങ്കെടുക്കുന്ന ഒരുത്തനിങ്ങനെ തലവെച്ച് ചിലപ്പോൾ മേശയമൊക്കെ തലവെച്ചിട്ടുണ്ടാവും, വേറൊരു ചങ്ങായി
വേറൊന്ന് എഴുതുന്നുണ്ടാവും, വേറൊരു ചങ്ങായി വേറൊന്ന് നോക്കുന്നുണ്ടാവും, മറ്റൊരുത്തൻ വേറൊന്ന് വായിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചില ക്ലാസ്സുകളിൽ ചില സ്ഥാപനങ്ങളിൽ നടക്കാറുണ്ടാവും. നമ്മളിവിടെ നടക്കാറുണ്ട് എന്നല്ല, ഇല്ല എന്നല്ല. അത് ഞാനങ്ങനെ ഈ ചുക്കിക്കുത്തി നോക്കാൻ വേണ്ടി പോകാറില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഇൽമിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തും. അതിനെ സംബന്ധിച്ച് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ബിതവാദുഇൻ വഖുദൂഇൻ വസുകൂനിൻ വഖുശൂഇൻ, ഭക്തിയോടെ അച്ചടക്കത്തോടെ താഴ്മയോടെ ഇരിക്കണം. വയുസ്ഗി ഇല ശൈഖി ഖൂമു വയുസ്ഗി ഇല ശൈഖി, ഇത് പറയുമ്പോഴും ഓർക്കാൻ പാടില്ല. വയുസ്ഗി ഇല ശൈഖി, ഉസ്താദ് വിഷയം പറയുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെവിട് കൊടുത്ത് കേൾക്കണം. നാദിറൻ ഇലൈഹി, ഉസ്താദിന്റെ മുഖത്ത് തന്നെ നോക്കണം, വേറൊരു സ്ഥലത്ത് നോക്കാൻ പാടില്ല. വയുഖ്ബിലു ബികുല്ലിയതിഹി അലൈഹി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായി ഉസ്താദിലേക്ക് മുന്നിടണം. മുതഅഖിലൻ ലിഖൗലിഹി, ഉസ്താദിന്റെ വാക്ക് ശരിക്ക് മനസ്സിൽ പതിക്കുന്ന വിധം. ബിഹൈസു ലാ യുഹവ്വിജുഹു ഇലാ ഇആദത്തിൽ കലാമി മറത്തൻ സാനിയ, രണ്ടാമതൊന്ന് പറയാനുള്ള ഒരു അവസരം ഉസ്താദിന് ഉണ്ടാക്കാതെ ഒറ്റ വാക്കിൽ തന്നെ അത് മനസ്സിലാക്കുന്ന രൂപത്തിലിരിക്കണം. വലാ യൽതഫിതു മിൻ ഗൈരി ദറൂറത്തിൻ, അനിവാര്യ കാരണത്തിന് വേണ്ടിയല്ലാതെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങ് നേരെങ്കിലും ഒരാൾ വരുമ്പം തിരിഞ്ഞു നോക്കുക, ബസ് പോകുമ്പം തിരിഞ്ഞു നോക്കുക, എൻ്റെ റോട്ടും കൂടി ഒരാൾ പോകുമ്പോൾ തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കുന്ന പരിപാടി പാടില്ല. വലാ യൻദുറു ഇലാ യമീനിഹി ഔ ശിമാലിഹി ഔ ഫൗഖിഹി ഔ ഖുദ്ദാമിഹി ബിഗൈരി ഹാജത്തിൻ, വലത്തോ ഇടത്തോ മേലെയോ താഴെ ഒരു ഭാഗത്തും നോക്കാൻ പാടില്ല. വലാ സിയമാ ഇൻദ ബഹ്തിഹി ലഹു ഔ ഇൻദ കലാമിഹി മഅഹു, ഒരു വിഷയം ചർച്ച അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കല്ലാതെ ചെയ്യരുത്. ഫലാ യൻബഗി അൻ യൻദുറ ഇല്ലാ ഇലൈഹി, ഉസ്താദിലേക്കല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ പാടില്ല. വലാ യൽതരിബ ലിദജ്ജത്തിൻ യസ്മഉഹാ, ഒരു വലിയ ശബ്ദം കേട്ടാൽ പോലും അവൻ ഇളകാൻ പാടില്ല. ഉസ്താദിന്റെ അവതരണത്തിൽ മാത്രം, ഗുരുനാഥന്റെ അവതരണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം. അവൻ ഇളകാൻ പാടില്ല. വലാ യൽതഫിതു ഇലൈഹാ, ശബ്ദം കേട്ടാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. വലാ സിയമാ ഇൻദ ബഹ്സിൻ ലഹു, പ്രത്യേകിച്ച് ഒരു ചർച്ച അവതരിപ്പിക്കുന്ന സമയമാണെങ്കിൽ. വലാ യൻഫുദു കുമ്മൈഹി, അവനവന്റെ കുപ്പായത്തിന്റെ കൈ കൊടയുകയോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ മേലോട്ട് കയറ്റുകയോ അവൻ്റെ കൈ കൊണ്ട് കളിക്കുകയോ കാല് കൊണ്ട് കളിക്കുകയോ, വായിക്കാതെ അർത്ഥം പറയാൻ, അവയവങ്ങളെ കൊണ്ട് കളിക്കുകയോ, അതുപോലെ തന്നെ താടിക്ക് കൈ, വലായാലോ യദഹു അലാ ലിഹിയതിഹി, ചിലരിങ്ങനെ ഈ വാഴക്ക് കുത്തുകൊടുത്ത പോലെ കുത്തുകൊടുക്കും, അങ്ങനെ താടിക്ക് കുത്തുകൊടുക്കുകയോ, ഔ ഫമിഹി, ചിലർ തൊള്ളയമ കൈവച്ചിട്ടുണ്ടാവും, തൊള്ളയമ കൈവെക്കുകയോ, ഔ യബഅസു ബിഹാ ഫീ അൻഫിഹി, അല്ലേ കൈ കൊണ്ട് മൂക്കിൽ ഇങ്ങനെ വിരലിട്ട് തിരിക്കുകയോ. ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർ മൂക്കിൽ വിരലിട്ട് തിരിക്കും. ഔ യസ്തഖ്രിജു മിൻഹാ ശൈഅൻ, ചിലർ അതിൻ്റെ അപ്പുറം മൂക്കുന്ന എന്തെങ്കിലും ഒന്ന് എടുത്ത്, അല്ലെ മൂക്കുന്നൊരു രോമം പറിച്ച് എന്നിട്ട് അതെല്ലാം കൂടി എത്ര കിലോട്ട് നോക്കി. ഇങ്ങനത്തെ പണിയൊന്നും ക്ലാസ്സിൽ വെച്ച് ചെയ്യരുത്. വലാ യഫ്തഹു ഫാഹു, തൊള്ള തുറക്കരുത്. വലാ നഹു വലാ യദ്രിബുൽ അർള ബിറാഹതിഹി, കൈകൊണ്ട് നിലത്തടിക്കരുത്. ഔ യഖുത്തു അലൈഹാ ബി അസാബിഹി, വിരൽ കൊണ്ട് വെറുതെ ഇങ്ങനെ വിരലുകൊണ്ട് എന്തെങ്കിലും എഴുതരുത്. വലാ യുസബ്ബികു ബിയദൈഹി, ഏതെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്തരുത് എന്നല്ല പറയുന്ന അർത്ഥം. ചിലരുണ്ട് വെറുതെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ പായിൻ്റെ കണ്ണി വരയ്ക്കുക ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഉണ്ടാകരുത്. കൈ കോർക്കരുത്. അവൻ്റെ അല്ല അതുപോലെ തന്നെ അവൻ്റെ ഷർട്ട് കൊണ്ടോ തുണി കൊണ്ടോ കളിക്കരുത്. അതുപോലെ ഉസ്താദിന് മുമ്പിൽ ചാരിയിരിക്കരുത്. ചാരിയിരുന്ന വേഗം ഓർക്ക് വരും. വലാ യസ്തനിദ ബിഹദ്റത്തി ശൈഖി ഇലാ ഹായിത്തിൻ ഔ മിഖദ്ദത്തിൻ, ഒരു ചുമരുകൊള്ളയോ അല്ലെങ്കിൽ തലയണി കൊള്ളയോ അല്ലെങ്കിൽ കോണിയുടെ വടികൊള്ളയോ, അങ്ങനെ പലതും പറഞ്ഞു. യദഹു അലൈഹ, അല്ലെ കൈ ഇങ്ങനെ വെക്കുക. വലാ യുത്ശിഖ ജംബഹു ഔ ദഹ്റഹു, ഉസ്താദിലേക്ക് തിരിഞ്ഞ് പുറമോ ഭാഗമോ മാത്രം ഉസ്താദിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. വലാ യഅ്തമിദു അലാ യദിഹി ഇലാ വറാഇഹി ഔ ജംബിഹി, കൈ ഇങ്ങനെ കുത്തിയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്കോ ബേക്കിലേക്കോ കൈ കുത്തിയിരിക്കുക. വലാ യുക്സിറു കലാമഹു മിൻ ഗൈരി ഹാജത്തിൻ, ആവശ്യമില്ലാതെ ഉസ്താദിനെ ഉപയോഗിച്ച് കൂടുതൽ സംസാരിക്കരുത്. അതുപോലെ തന്നെ ഉസ്താദിനോട് ചിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പറയരുത്. മോശമായ ഒരു സംസാരവും സംസാരിക്കരുത്. അതുപോലെ ഒരു അത്യാവശ്യത്തിനല്ലാതെ ചിരിക്കരുത്. ആവശ്യത്തിന് ചിരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? വലാ യുക്സിറു തനഹുന മിൻ ഗൈരി ഹാജത്തിൻ, ആവശ്യമില്ലാതെ ഉസ്താദിന് മുന്നിൽ ചെനക്കരുത്. വലാ യബ്സുഖ, ഉസ്താദിന് മുന്നിൽ ആവശ്യമില്ലാതെ തുപ്പാൻ പോകരുത്. വലാ യതനഖഅ മാ അംകനഹു, കഴിവിൻ്റെ പരമാവധി ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കാർക്കിക്കരുത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അത്യാവശ്യത്തിന് മാത്രം. ഇനി അഥവാ വേണ്ടി വന്നാൽ തന്നെ അവൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ടിഷ്യോ മറ്റോ എടുത്തിട്ട് അതിൽ ശബ്ദം ഉണ്ടാക്കാതെ കാർക്കിക്കാനേ പറ്റുള്ളൂ. വലായി അങ്ങനെ തുടങ്ങിയിട്ട്
ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചും പറയാൻ. കൈയടക്കി വെക്കണം. അതുപോലെ തന്നെ തുമ്മിയാൽ പോലും അവിടെ സൗണ്ട് വളരെ കുറച്ച് തുമ്മാൻ നോക്കണം. അതുപോലെ മുഖം തുണി കൊണ്ടോ മറ്റോ പൊത്തണം. അതുപോലെ കോട്ട് വായിടുകയാണെങ്കിൽ വായ പൊത്തണം. ഇതൊക്കെ ഉസ്താദിൻ്റെ മുമ്പിൽ പാലിക്കേണ്ട അദബുകളായി ഇമാം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഉസ്താദിൻ്റെ അടുത്ത് കയറി ചെല്ലുമ്പോൾ മൊത്തത്തിൽ സലാം ചൊല്ലിയാലും ഉസ്താദിൻ്റെ സമീപത്ത് എന്ന് വേറെ തന്നെ ഒരാദരവോടുകൂടി ഒരു സലാം ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഇതുപോലെ ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് വേറൊരുത്തനെ കണ്ണിട്ടുക, അല്ലെ വേറൊരുത്തനോട് സംസാരിക്കുക, അല്ലെ മറ്റൊരാളോടെന്തോ ചോദിക്കുക, ഉസ്താദ് ക്ലാസ് എത്തോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന കുട്ടീനോട് സംസാരിക്കുക, ഇതെല്ലാം അദബ് കേടിൽപ്പെട്ടതാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വലാ തഗ്താബൻ ഇൻദഹു അഹദൻ, ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് വേറൊരാളെ ഗീബത്ത് പറയാൻ പാടില്ല. വലാ തത്ലുബൻ അസറത്തഹു, വേറൊരുത്തൻ്റെ കുറ്റം തേടിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഉസ്താദിനെയും കൂടെയുള്ളവരെയും ഒക്കെ ബഹുമാനിക്കണം, ആദരിക്കണം. ഉസ്താദിനൊരാവശ്യം വന്നാൽ വൈൻ കാനത്തിൽ ഹു ഹാജത്തുൻ സബഖത്തൽ ഖൗമ ഇലാ ഖിദ്മതിഹി, ആദ്യം എനിക്ക് ചെയ്തു കൊടുക്കണമെന്ന നിലക്ക് മുൻപിൽ ഓടിച്ചെല്ലുന്നത് നീ ആയിരിക്കണം. വലാ തുസാറഫി മജ്ലിസി, ഉസ്താദിന് മുമ്പിൽ വെച്ച് മറ്റൊരാളുടെ രഹസ്യം പറയാൻ പാടില്ല. വലാ തഖുദ ബി സൗബിഹി, ഉസ്താദിൻ്റെ വസ്ത്രം പിടിക്കി നടക്കാനോ പോകാനോ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഉസ്താദിന് ക്ഷീണമുള്ള സമയത്ത് കൂടുതൽ കീർത്തിച്ച് സംസാരിക്കാൻ പാടില്ല. അതുപോലെ കൂടുതൽ ഉസ്താദുമായി കൂടുതൽ നിന്ന് ഉസ്താദിനുള്ള ബഹുമാനം കുറച്ച് കളയാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതിന് മാത്രം നമ്മുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. 9ാമത്തെ കാര്യം ഇനിയും പറഞ്ഞാൽ ഒരുപാടുണ്ട്, ചുരുക്കി പറയാൻ. ഉസ്താദിനോട് ഒരിക്കലും അതെന്താ അങ്ങനെ, അത് നമ്മൾ സമ്മതിക്കൂല, ഇങ്ങനെയൊന്നും ക്ലാസ്സിൽ പറയാൻ പാടില്ല. ഞാൻ എൻ്റെ വകയിൽ പറയല്ല, ചിലപ്പോൾ നമ്മൾ ചോദിച്ച് പഠിക്കാൻ വേണ്ടിയായിരിക്കും, നമുക്കത് പോയിട്ട് നല്ല ശക്തമായി മറ്റൊരാളോട് അവതരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഉസ്താദിനോട് നമ്മൾ പറയുന്നത്. അതൊന്നും സമ്മതിക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് വേണ്ട. പിന്നെ എന്ത് പറയണം ഉസ്താദിനോട്? വലാ യഖൂലു ലഹു ലിമ വലാ ലാ വലാ ലാ നുസല്ലിമു വലാ മൻ നഖല ഹാദാ, അതാരാ പറഞ്ഞേ എന്നൊന്നും ഉസ്താദിനോട് ചോദിക്കരുത്. വലാ ഐന മൗദൂഹു, ഉസ്താദ് ഒരു കാര്യം പറയുമ്പോൾ അതെവിടെയാ പറഞ്ഞ് എന്ന് ആ ശൈലി ചോദിക്കരുത്. അത് ചോദിക്കാൻ വകുപ്പുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് വേറെ പറഞ്ഞുതരാം. പിന്നെ എന്ത് വേണം അതിന് വേണ്ടി ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദിനോട് അതെവിടെയാണ് ഉള്ളതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതെവിടെയെങ്കിലും പറഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദിന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കൊരു സുഖായിനും എന്ന് പറയാം. അതേ സംബന്ധിച്ച് അതെവിടെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കരുത്. അതേപോലെ തന്നെ അതെന്തേന്ന് ചോദിക്കരുത്. ആരെങ്കിലും ഒരാളെ ചോദ്യം ചെയ്താൽ നമുക്കതിനൊരു തെളിവെന്താ പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്ന് ചോദിക്കാം. നേരെ മറിച്ചൊരു ചോദ്യം ചെയ്യുന്ന ശൈലിയിൽ ഉസ്താദുമാരോട് സംസാരിക്കരുത്. ഇതുപോലെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ ഫലാ യഖുൽ ഹാകദാ ഖുൽതു, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിച്ചാൽ ഉടനെ ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറയരുത്. അതൊരു അദബുകേടാണ്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് പറഞ്ഞത്. ഔ ഖതറലി, അല്ലെ ഞാനും വിചാരിച്ച അങ്ങനെ തന്നെയാണ് എന്ന് പറയരുത്. ഔ സമീതു, അല്ലെ ഞാനത് കേട്ടിട്ടുണ്ട് മുമ്പ്. ഔ ഹാകദാ, അല്ലെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് എന്ന് പറയരുത്. അല്ലെങ്കിൽ ഹാകദാ ഖാല ഫുലാനു, ഉസ്താദ് പറഞ്ഞ പോലെ എന്നോട് മറ്റേ ഉസ്താദും പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറയരുത്. ഉസ്താദ് പറഞ്ഞാൽ ആദ്യമായിട്ട് കേട്ട മാതിരി വളരെ ബഹുമാനത്തോടെ അതിങ്ങ് സ്വീകരിക്കുക, അത് പറയരുത്. എന്നാൽ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞാൽ ഉസ്താദിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില രംഗങ്ങളുണ്ടാവും. അങ്ങനത്തെ സമയത്ത് ആ രൂപത്തിൽ അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഉസ്താദും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് നല്ല റാഹത്ത് കിട്ടുന്ന ഒരു സന്ദർഭമാണെങ്കിൽ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് നമുക്കിത് ആദ്യമായിട്ട് കിട്ടിയതല്ല, വേറെ പണ്ടെങ്ങാൻ കിട്ടിയ ഒരു കാര്യം നിങ്ങളും പറഞ്ഞേ ഉള്ളൂ എന്ന് തോന്നുന്ന ശൈലിയിൽ ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് ഞാനിത് മുമ്പ് കേട്ടിട്ടുണ്ട് എന്ന് പറയരുത്. അതുപോലെ ഉസ്താദ് ഒരു വിഷയം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനെതിരായിട്ടാണ് മറ്റേ ഉസ്താദ് പറഞ്ഞത് എന്നും പറയരുത്. അതും പണ്ഡിതന്മാർ പറഞ്ഞു. ലാ യഖൂലു ഖാല ഫുലാനുൻ ഖിലാഫ ഹാദാ, അല്ലേ റവാ ഫുലാനുൻ ഖിലാഫഹു ഔ ഹാദാ ഗൈറു സഹീഹിൻ, അല്ലേ ഉസ്താദ് അത് ശരിയാവൂല, അങ്ങനെ പറയരുത്. അതൊരു അദബ് കേടാണ്. മറിച്ച് അവിടെയൊക്കെ നമുക്ക് അഥവാ ഉസ്താദ് പറഞ്ഞത് ശരിയല്ലാന്ന് തോന്നിയാൽ തന്നെ ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് പിന്നെ ഉസ്താദിൻ്റെ റൂമിൽ പോയിട്ട് അത് ഇങ്ങനെയല്ലേ അല്ലെ അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചർച്ച ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അത്ര അതബോടുകൂടി മാത്രമേ ഉസ്താദുമാരെ സദസ്സിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇനിയും ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. അതുപോലെ ഉസ്താദിൻ്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ അത് നമ്മൾ ചോദിച്ച് പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് അറിയിക്കുന്ന ശൈലിയിൽ ചോദിക്കുകയും അത്
നന്നായി മനസ്സിലാക്കുകയും ചെയ്യണം. എത്ര പ്രാവശ്യം കേട്ട കാര്യമാണെങ്കിലും അത്താഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിലർ എൻ്റെ അടുത്ത് വന്നൊരു ഹദീസ് വരും, ഞാൻ പണ്ട് ഒരുപാട് പ്രാവശ്യം പഠിച്ചതും മനസ്സിലാക്കിയത്, എന്നാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഞാൻ ആ ഹദീസ് കേൾക്കും. അങ്ങനെയാണ് നമ്മൾ ഒരാളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഇതുപോലെ ഉസ്താദ് ഒരു കാര്യം നിനക്കത് അറിയാമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നഅം എന്ന് മറുപടി പറയരുത്. അപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ ആവശ്യമില്ല എന്നൊരു തോന്നൽ വരുന്ന ശൈലി പറയരുത്. അത് ഉസ്താദിൽ നിന്ന് കേട്ടാൽ അതെനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നിലക്ക് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇതുപോലെ അറിയുന്ന കാര്യം വെറുതെ ചോദിച്ച് സമയം പോക്കരുത്. അറിയുന്ന കാര്യം വെറുതെ ചോദിച്ചിട്ട് നേരം പോക്കുക അതിന് നിൽക്കരുത്. അത് നമ്മൾ ഉസ്താദിൻ്റെ സൗണ്ടും സമയവും പോവും, കുട്ടികളെ മറ്റുള്ളവരുടെ സമയവും കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. തിരിയാത്ത കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. അല്ലെങ്കിൽ അത് തിരിയാത്ത ആരെങ്കിലും നമ്മുടെ സദസ്സിൽ ഉണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. നേരെ മറിച്ച് നമ്മൾ അറിയുന്ന കാര്യം ചോദിച്ച് സമയം നഷ്ടപ്പെടുത്തരുത്. അതുപോലെ ഉസ്താദിന് സംസാരിക്കുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ അത് ഉസ്താദ് പറഞ്ഞ് തീരുന്നത് വരെ നമ്മൾ കേട്ടിരിക്കണം. അതിൽ നമ്മൾ കയറിച്ചാടി ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇതുപോലെ ഉസ്താദിന് ഒരു സാധനം കൊടുക്കുമ്പോൾ, ഉസ്താദിനോടൊരു കാര്യം പറയുമ്പോൾ, ഉസ്താദിനൊരു കിതാബ് കൊണ്ട് കൊടുക്കുമ്പോൾ, ഉസ്താദിനൊരു സാധനം എടുത്തു കൊടുക്കുമ്പോൾ അവിടെയെല്ലാം വളരെ അദബോടുകൂടി ചെയ്യണം. ഉദാഹരണത്തിന് മുസല്ല, പണ്ഡിതന്മാർ ഇത്രത്തോളം പറഞ്ഞു വരും, വൈനാവലഹു സജ്ജാദത്തൻ യുസല്ലി അലൈഹ. ഉസ്താദിന് ഒരു മുസല്ല നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നസറഹ അവ്വലൻ, ആദ്യം നിവർത്തി നോക്കണം, അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഉസ്താദ് വിരിക്കുന്നതിന് മുമ്പ് നമ്മളവിടെ വിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഉസ്താദ് അതിൽ നിസ്കരിക്കട്ടെ എന്ന് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ഗുരുനാഥന്മാരോട് പെരുമാറേണ്ട പെരുമാറ്റങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ഇതുപോലെ നടത്തത്തിലും പോക്കിലും വരവിലുമെല്ലാം ഉസ്താദിനെ വളരെ ആദരിച്ചുകൊണ്ട്, ഇത് പറയുമ്പോൾ ഇതൊന്നും ഒരു ഉസ്താദിന് മാത്രം ബാധകമല്ല. ഉസ്താദ് എത്ര ചെറിയ പ്രായമുള്ളവരാണെങ്കിലും, ഒരു പക്ഷേ നമ്മളെ കൂടെ പഠിച്ചവരാണെങ്കിലും എല്ലാ ഉസ്താദുമാർക്കും ഇത് ബാധകമാണ്. ഇത് ഒരു ഉസ്താദിന് മാത്രം ബാധകമായൊരു വിഷയമല്ല. അപ്പം അതുകൊണ്ട് ഉസ്താദുമാരോടുള്ള ഈ അദബുകൾ വളരെയേറെ നന്നായി ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് എല്ലാ മുതഅല്ലിമീങ്ങളോടും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും നമുക്കും ഇൽമിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. അതോടുകൂടി പഠിച്ച് നല്ല ഇഖ്ലാസുള്ള, ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന, നമ്മുടെ ഉമ്മബാപ്പമാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന, നമ്മുടെ ഉസ്താദുമാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന, ഉസ്താദുമാർക്കും ഉമ്മബാപ്പമാർക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കുമൊക്കെ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന മുതഅല്ലിമീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദബുള്ള മുതഅല്ലിമീങ്ങളായി നമ്മളെ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളോടുള്ള പെരുമാറ്റത്തിലോ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടുന്ന അവകാശങ്ങളിലോ ഈ പറയുന്ന വിനീതനായ എന്നിലോ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരിലോ കമ്മിറ്റിയുടെ പ്രവർത്തകരിലോ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് അത് തൃപ്തിപ്പെടുകയും അതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള സ്നേഹമായി മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും അതുപോലെ നമ്മളുമായി സഹകരിക്കുന്നവരുമായുള്ള എല്ലാ സ്നേഹവും അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും അതിൻ്റെ പേരിൽ അർശിൻ്റെ തണലിൽ അല്ലാഹു തആല നമ്മയും നമ്മളിൽ നിന്ന് പഠിച്ച എല്ലാ മുതഅല്ലിമീങ്ങളെയും അതുപോലെ ഇനി പഠിക്കുന്നവരെയും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെയും സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നവരെയും സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരെയും സേവനം ചെയ്യുന്നവരെയും എല്ലാം അല്ലാഹു അർശിൻ്റെ തണലിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്. ഇന്നലെയും വലുതും ചെറുതുമായ സംഖ്യകളും സംഭാവനകളും പല സ്ഥലങ്ങളിലും ഏൽപ്പിച്ചവരുണ്ട്. വിദേശത്തും നാട്ടിലും പോകുന്ന നമ്മുടെ ഓർഗനൈസർമാർ, റിസീവർമാരുടെ കൈവശം നേർച്ചകളും സദഖകളും കൊടുത്തയക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അവർ ഉദ്ദേശിച്ചതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും രോഗങ്ങളെല്ലാം അല്ലാഹു സുഖപ്പെടുത്തട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. പലരും മക്കളില്ലാത്തതിൻ്റെ പേരിൽ സങ്കടം പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ഖൈറായ മക്കളെ നൽകുമാറാകട്ടെ. ആർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ അല്ലാഹു തആല അതെല്ലാം നീക്കിക്കൊടുക്കട്ടെ. നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ള 10-30ഓളം മദ്രസകളിൽ ഒരു മദ്രസയാണ്
കുളങ്ങരത്ത് മദ്രസ ചേലക്കാട്, അവിടുത്തെ ഒരു ഉസ്താദിൻ്റെ മകനും ഭാര്യയും അതുപോലെ അളിയനും അങ്ങനെ പലരും ഒന്നായി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ആക്സിഡൻ്റായി ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത് കഴിഞ്ഞതും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിഷമങ്ങളും പൂർണ്ണമായി സുഖപ്പെടുത്തി ആരോഗ്യത്തോടുകൂടി അവരവരുടെ വീടുകളിലും കേന്ദ്രങ്ങളിലും അല്ലാഹു തിരിച്ചെത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ പലരും പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വിദേശ നാടുകളിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നവരുണ്ട്. എല്ലാ ഇഖാമയുടെയും പാസ്പോർട്ടിൻ്റെയും വിസയുടെയും അതുപോലെ റിലീസിൻ്റെയും തനാസുലിൻ്റെയും ലൈസൻസിൻ്റെയും എല്ലാ വിഷയങ്ങളും അല്ലാഹു തആല അവർക്കെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് ഒരുപാട് കാര്യങ്ങൾ ശരിയായി കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ സ്റ്റാഫുകളും പ്രവർത്തകന്മാരുമുണ്ട്. അല്ലാഹു തആല അതെല്ലാം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തന്ന നിഅമത്തിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതിന് പകരം നന്ദികേടായി എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ചിന്തകളോ വാക്കുകളോ സ്വഭാവങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ അത് മാപ്പ് തരണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളാരും പൂർവ്വകാലത്തുള്ള ഇമാമീങ്ങളെപ്പോലെ ഔലിയാക്കളെപ്പോലെ സാലിഹീങ്ങളെപ്പോലെയുള്ള മഹാന്മാരല്ല. ഞങ്ങളുടെ മുമ്പിൽ വന്ന കുട്ടികൾ അവർ നന്നാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് മുൻകാലത്തുള്ള ഔലിയാക്കളെപ്പോലെയോ ഞങ്ങളെ ഉസ്താദുമാരെ പോലെയുള്ള മഹത്വങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ന്യൂനതകളൊക്കെ നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ദോഷങ്ങൾ നീ മാപ്പ് തരണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിൽ നിർമ്മിച്ചു കൂടാൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ ക്ലാസ്സുകളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ വഴിയൊരുക്കണം റഹ്മാനെ. ഈ ഫെസ്റ്റ് പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച കുട്ടികളുണ്ട്, ഉസ്താദുമാരുണ്ട്, സ്റ്റാഫുകളുണ്ട്, ഇപ്പോഴും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. മറ്റ് പലരും ഇവിടെ വന്ന് ജഡ്ജിമാരായും അല്ലാതെയും വന്ന് സഹായിച്ചും സഹകരിച്ചും തരുന്നവരുണ്ട്. അതുപോലെ ഇതിനുവേണ്ടി സഹായങ്ങളും സഹകരണങ്ങളും കുട്ടികൾ പോയി ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തവരുണ്ട്. അള്ളാഹുവേ, അവരെ എല്ലാവരെയും ഞങ്ങളെയും ദുനിയാവും ആഖിറവും നീ സഹായിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ووفقنا لما تحب وترضى واجعلنا من عبادك المتقين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.